ശ്രീ ബാബു രാമേന്ദ്രൻ, ACLF സ്വാഗതം. നിങ്ങൾ ഒരു ധാരാളം പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ നല്ല ആഴം പരപ്പുമുള്ള പ്രേക്ഷകരുള്ള ഒരു മീഡിയ സെലിബ്രിറ്റിയാണ്. ഈ യാത്ര എങ്ങനെയായിരുന്നു? ടഫായിരുന്നു യാത്ര? ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിലോട്ടുള്ള യാത്ര യാദൃച്ഛികമായിട്ട് സംഭവിച്ചാണ്. അങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള യാത്രയൊന്നും ആയിരുന്നില്ല. അതിന് തുടങ്ങുന്നതിന് പിന്നെ ആദ്യം പറയാം, നിങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കുന്ന ഈ കലാലയത്തിലൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. 97-99 കാലത്ത് ഞാനിവിടെ പഠിച്ചതാണ്. ഡിഗ്രിയാണ് പഠിച്ചത്. ഇവിടെ കൽപ്പറ്റ മാഷൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് കൽപ്പറ്റ മാഷ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു പഴയൊരു ഓർമ്മ ഈ സ്ഥാപനമായിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത് ഇവിടെ തിരിച്ചെത്തുമ്പോഴും കലാലയം പുറമേക്കുള്ള കുറച്ച് മാറ്റങ്ങളല്ലാതെ പഴയ അതേ ഓർമ്മകൾ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നൊരു മേഖലയായിട്ട് തുടരുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് പ്രീ ഡിഗ്രി പഠിച്ചിട്ട് നേരെ പോകുന്നത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറത്തേക്കാണ്. MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പഠിച്ചു. അവിടെ നിന്ന് എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം ബോംബെ പോയി. പിന്നീട് ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ ഒരു 12 വർഷം ജോലി ചെയ്തു. അതിനുശേഷമാണ് ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വരുന്നതും നാട്ടിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ആ ശ്രമം ഒടുവിൽ അവസാനിക്കുന്ന ഒരു ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. അവിടെ ഒരു 3 വർഷം ഞാൻ വെബിലായിരുന്നു. അവിടെ എഴുത്തായിരുന്നു പണി. ആ ലേഖനങ്ങൾ എഴുത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ കോവിഡ് വരുന്ന സമയത്താണ് നമ്മളൊരു പ്രോഗ്രാം വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് പിന്നീട് ഇപ്പോൾ ഒരു 220 എപ്പിസോഡ് ഏഷ്യാനെറ്റ് ന്യൂസിലും 7 എപ്പിസോഡ് ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് നടത്തുന്ന ചാനലുമായിട്ട് പോകുന്നു. പുറമേക്ക് വേറെ 1-2 പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറേ കൂടി വിശാലമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. ആ യാത്ര അത്ര സുഖമൊന്നും ആയിരുന്നില്ല. കാരണം നമ്മൾ ഓരോന്നും പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നോട് ആദ്യത്തെ വീഡിയോ ചെയ്തെടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണം, ക്യാമറ ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു തരാൻ ആരും നിന്നിട്ടില്ല. അതിൻ്റെ ഗുണവും ദോഷവും നമ്മുടെ പരിപാടിക്കുണ്ട്. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിന്തകൾ മറ്റൊരാൾ സെറ്റ് ചെയ്ത പാരാമീറ്റേഴ്സിനകത്ത് നിന്നില്ല. ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്തു. പിന്നീട് ഞാനിരുന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ തെറ്റുകൾ ഞാൻ തന്നെ തിരുത്തി. അങ്ങനെ മുന്നോട്ട് വന്നതാണ്. പിന്നെ ആ കാലത്ത് ആളുകൾ കണ്ടു തുടങ്ങിയവർ പിന്നെ തുടർച്ചയായിട്ട് കാണുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തു. അവരുടെ വിയോജിപ്പുകൾ കൂടെ ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെ വന്നു പോയൊരു ഫോർമാറ്റാണ്. ആൾക്കാർക്ക് ഇഷ്ടമാണ്. അത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. വേറെ അതിൽ കൂടുതലൊന്നുമില്ല അതിനകത്ത്. വളരെ വിജയകരമായിട്ട് മുന്നേറുന്നുണ്ട്. അപ്പം അങ്ങനെ യാദൃശ്ചികമായിട്ട് സെൽഫ് മെയ്ഡാണ്. അങ്ങനെ വന്ന നമ്മുടെ ഇന്നത്തെ ഫോക്കസ്ഡ് വിഷയത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിച്ചിട്ട് പിന്നീട് തുടരാം. ട്രോമ ഇൻഫോംഡ് ജേർണലിസം. ഇപ്പം രാമേന്ദ്രൻ സാർ നമ്മുടെ ഈ സദസ്സിനെ നോക്കുമ്പോൾ വളരെ യങ്ങാണ്. ഈ വിഷയം അതുപോലെ വളരെ അടുത്ത കാലത്ത് റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്ത ഒരു വിഷയമാണ്. അതെ, ഞാനും ഈ വിഷയം എനിക്ക് ടോപ്പിക്കായിട്ട് ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ഇവിടെ പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അത് അത്രയും യങ്ങായിട്ടുള്ള വിഷയമാണ്. അപ്പം ഞാൻ പിന്നീട് ഇരുന്ന് നോക്കിയപ്പോൾ നമുക്ക് പേര് അങ്ങനെ പരിചയമില്ലായിരുന്നു എങ്കിൽ കൂടിയും അതിൻ്റെ നടപ്പ് വശങ്ങളൊക്കെ നമ്മൾ കണ്ടും കേട്ടും വളർന്നു വന്നൊരു സാധനമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റാണെങ്കിൽ തിരുത്താം, ട്രോമ ഇൻഫോം ജേർണലിസം എന്ന് പറയുന്നത് ജേർണലിസ്റ്റുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പൊതുജനങ്ങളുമായിട്ടൊരു എക്സ്പോഷർ ഉണ്ട്. നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ഞങ്ങൾക്ക് ചെന്ന് കാണേണ്ടി വരും. ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ നിന്ന് ബൈറ്റുകൾ എടുക്കേണ്ടി വരും. വിഷ്വൽ മീഡിയക്കാർക്ക്, പ്രിന്റ് മീഡിയക്കാർക്ക് അവരിൽ നിന്നും എഴുതിയെടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അതിൻ്റെ ഒരു സെൻസിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സാധനം തോന്നുന്നു. ഇപ്പം ഉദാഹരണത്തിന് ഒരു യുവതി ബലാത്സംഗത്തിനിരയായി എന്ന് കരുതുക. അപ്പോൾ ആ കുട്ടി അവരുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ അമ്മ, അച്ഛൻ തുടങ്ങിയൊരു വീട്ടിലുണ്ട്. അവിടേക്ക് ചെല്ലുന്നൊരു പത്രപ്രവർത്തകന്, മാധ്യമപ്രവർത്തകന് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, തൻ്റെ മകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു അച്ഛൻ്റെ വിഷമം എന്താണ്, ട്രോമ എന്താണ്, അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ഇരയായ ഒരു യുവതിയുടെ ട്രോമ എന്താണ്. അപ്പം അതൊരു ഉദാഹരണം പറഞ്ഞാണ്. ഒരു അമ്മയുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, കുട്ടി സ്റ്റിൽ മിസ്സിംഗ് ആണ്. ആ വീട്ടിലോട്ട് കയറി ചെന്നുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളുടെ ഒരു സെൻസിറ്റൈസേഷൻ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയി ബന്ധുക്കൾ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നവരോട് ജേർണലിസത്തിൻ്റെ ഭാഗമായി ഇടപെടേണ്ടി വരുമ്പോൾ അവരോട് പാലിക്കേണ്ട മിതത്വം, മര്യാദ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ സാറിന് പിന്നെ തിരുത്താം, എനിക്കറിയില്ല. അതാണോ സാർ ഉദ്ദേശിച്ചത്?
ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ ട്രോമ നമുക്കതിനൊന്ന് മലയാളീകരിക്കാൻ ശ്രമിച്ചാലോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ വേണമോ? ട്രോമ എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ അറിഞ്ഞു അറിയാതെയൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ട്രോമ. ഒരു പ്രണയവൈരേഷൻ ഉണ്ടായ ഉടനെ കുട്ടികൾ ട്രോമയിലാണ്. അപ്പം ആ ട്രോമ ഇപ്പം ഒന്ന് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ട്രോമയാണ്, അല്ലെങ്കിൽ ആയില്ലെങ്കിൽ അതിൻ്റെ ട്രോമയാണ്, അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ ട്രോമയാണ്. ഒരു ബെസ്റ്റി എന്തോ പറഞ്ഞ് ദേഷ്യം പിടിച്ചാൽ അതിൻ്റെ ട്രോമയാണ്, ഒരു ബെസ്റ്റി പിണങ്ങിപ്പോയാൽ അതിൻ്റെ ട്രോമയാണ്, സിറ്റുവേഷൻഷിപ്പ് പോയാൽ അതിൻ്റെ ട്രോമയാണ്. എല്ലാത്തിലും ട്രോമകളാണല്ലോ. എന്തിനേയും ട്രോമയാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ട്രോമ എന്ന വാക്കിന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് കേട്ടതിൽ കൂടുതൽ ട്രോമ അവർ കേട്ടിട്ടുണ്ടാവും. ആക്സെപ്റ്റഡ് ആണ് പൊതുവെ അല്ലേ ആ പദം. അപ്പൊ അതിനെ നമ്മൾ സാറിന്റെ മലയാളം എന്താ? മലയാളീകരിക്കേണ്ട ആവശ്യമില്ല. സാറിന്റെ മലയാളം എന്താ അതേ വാക്കിന്റെ? അങ്ങനെ ഒരുപാട് ആളുകൾ അത് നമുക്ക് കൃത്യമായിട്ട് ഒറ്റ വാക്കിൽ മലയാളീകരിക്കാൻ പ്രയാസമാണ്. ഇനി ഉണ്ടാവുമായിരിക്കും, നമ്മുടെ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ട് അധികമായിട്ടില്ലല്ലോ. എന്തെങ്കിലും വാക്കുണ്ടോ? അതിപ്പം ആഘാതം, ദുരന്തം, അത് മാനസികവും ഇമോഷണൽ ആയിട്ട് ഒരുപാട് കൂടുതലായിട്ട് ഇമോഷണൽ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ട്രോമ അവർക്കറിയാം, അവർ ആവശ്യത്തിന് ട്രോമകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്, കുഴപ്പമില്ല. ഇത് തുടങ്ങിയത് ഒരു മെഡിക്കൽ ഫീൽഡ്, ഹെൽത്ത് ഫീൽഡിലാണെന്ന് തോന്നുന്നു, യുദ്ധാനന്തരമാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഇപ്പം ഏറ്റവും ആദ്യമായിട്ട് ഈ PTSD യുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ വാക്ക് ട്രോമ എന്ന വാക്ക് ഞാൻ കേൾക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ ഏറ്റവും വലിയ മനുഷ്യക്കുരുതികളിലൂടെ കടന്നു പോകുമ്പോൾ തൊട്ടു മുന്നിൽ വെച്ച് അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ആള് ഒന്ന് തിരുമ്പോഴേക്കും തലയിൽ വെടികൊണ്ട് മരിച്ച് താഴെ വീഴുന്ന നേരിട്ട് കാണേണ്ടി വരുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഒരു ആഘാതമുണ്ട്. അത് ട്രോമയാണ്. മനസ്സിനെ വല്ലാതെ പിടിച്ചു ഒരു കുലുക്കുന്ന ഒരു സംഭവം അല്ലേ? ഒരു അപകടം നടക്കുന്നു, കൂടെ ഉണ്ടായിരുന്ന 4 പേരും മരിച്ചുപോയി, അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ മരിച്ചുപോയി, ഇയാൾ മാത്രം ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. അത് അയാൾ ഉള്ളിലുണ്ടാക്കുന്ന ഒരു ശൂന്യത, ഒരു ഭയങ്കര ആഘാതം, നൊമ്പരം, ഇതൊക്കെയാണ് ട്രോമ എന്നുള്ള പൊതുവെ വിളിക്കുന്നത്, മാനസികമായിട്ടുള്ള ആഘാതം. അതുകൊണ്ടാണ് അതിനെ ചികിത്സിക്കാതെ വരുമ്പോഴാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലത്തെ അസുഖങ്ങൾ വരുന്നതും, അത് ചികിത്സിക്കാതെ വരുമ്പോഴാണ് അടുത്ത അസുഖങ്ങൾ വരുന്നതും. നമ്മുടെ എന്താ പറയുക, ഷിസോഫ്രീനിക് ആവുന്നു ആളുകൾ. ഇപ്പോൾ ബുരാരി ഇൻസിഡൻറ്റിലൊക്കെ പറയുന്ന, ബുരാരി സംഭവത്തിലൊക്കെ പറയുന്ന ഒരു റൂട്ട് കോസ് ഒരു ട്രോമ ഉണ്ടായതിനെ ട്രീറ്റ് ചെയ്യാതെ വിട്ടതിന് ശേഷം ഉണ്ടായിരുന്ന ഹാലൂസിനേഷൻസ് ആണ്. ആ ഇതിൽ അയാളെ കൊണ്ട് ബാക്കി എല്ലാവരെയും ഒരു മാസ് ഹിസ്റ്ററിയിലേക്ക് വിധേയമാകുന്നു, എല്ലാവരും കൂടെ പോയി സൂസൈഡ് ചെയ്യുന്നത് അവസാനം. അത് അങ്ങനത്തെ സംഭവങ്ങൾ മുൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. വളരെ വൈഡ് റേഞ്ച് ആയിട്ടുള്ളതാണ് അല്ലേ? ഇപ്പം പ്രകൃതി ദുരന്തങ്ങൾ തൊട്ട് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷെ വളരെ അടുത്ത കാലത്താണ് ഇത് നമ്മുടെ നാട്ടിൽ വികസിച്ച് വന്നത്. സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെ ഉള്ള ട്രോമ സംഭവങ്ങൾ, നമ്മളെ വിയറ്റ്നാം പെൺകുട്ടിയുടെ ചിത്രങ്ങളൊക്കെ നമ്മുടെ തലമുറയുടെ കാലത്തൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു വിയറ്റ്നാം വാറിന് പോയ അമേരിക്കക്കാർക്ക് ഭയങ്കരമായിട്ട് ട്രോമ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പൈശാചികമായിട്ടുള്ള ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുക, അങ്ങനെ സീനെ കണ്ടുവരുന്നവർക്ക് വീട്ടിലെത്തുമ്പോൾ ട്രോമ സംഭവിക്കാറുണ്ട്. അതൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പലർക്കും അല്ലേ? അപ്പോൾ വളരെ മുമ്പേ ഇതുണ്ട്, പക്ഷെ കേരളീയ സമൂഹത്തിലേക്ക് നമ്മളിപ്പോൾ അടുത്ത കാലത്താണ് ഇങ്ങനെ വ്യവഹരിച്ച് തുടങ്ങുന്നത്. ജേർണലിസവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജേർണലിസം ഇത്തരത്തിലുള്ള വാക്കുകളെ ഔപചാരികമായിട്ട് സ്വീകരിച്ച് തുടങ്ങുന്നത് വളരെ അടുത്തു മാത്രമാണ്. എൻ്റെ ഒക്കെ ഒരു ഓർമ്മയിലുള്ളത്, എനിക്ക് തോന്നുന്നു സൂര്യാനെല്ലി പീഡനത്തിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് ഇങ്ങനൊരു വിവേചന ബുദ്ധി മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അതായത് അന്ന് അതിജീവിതയെ ആരും കാണിച്ചിട്ടില്ല, ആ വിഷ്വൽസിലൊന്നും അതിജീവിതയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അന്ന് അതിജീവിതകളെ കാണിക്കാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല. പക്ഷെ അന്ന് അവിടുത്തെ മാധ്യമപ്രവർത്തകർ കാണിച്ചൊരു മിതത്വവും മര്യാദയുമാണ് ആ യുവതിയെ കാണിച്ചില്ല, ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് അത് അന്ന് ചെയ്തത്. പക്ഷെ അതിനു മുമ്പ് പ്രിന്റഡ് മീഡിയയിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ചാരക്കേസിൻ്റെ സമയത്തൊക്കെ മറ്റേ എന്താണ് പിടഞ്ഞ ടൂണ മത്സ്യം എന്നൊക്കെ എഴുതിയ മുണ്ടക്കായ്മൊക്കെ വന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട കേസൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിലപ്പോൾ പാലിക്കപ്പെടാറില്ല. അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു പരിധിയിൽ കൂടുതൽ തന്നെ കാണിക്കും. ഇപ്പം വാളയാർ കേസിൽ തന്നെയും ആ കുട്ടിയുടെ അമ്മയോടൊക്കെ മാധ്യമങ്ങൾ ഏറെക്കുറെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റിയോടെയാണ് പെരുമാറിയത്. പിന്നീട് തന്നെ നരേറ്റീവ് ഒക്കെ ഇപ്പം മാറിയെങ്കിലും അവിടെയൊക്കെ മിതത്വം പാലിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ബൈ ലോ യു ആർ ബൗണ്ട് ടു അല്ലേ, അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ചെയ്തില്ലെങ്കിൽ അകത്തു പോകുന്നുള്ളതുകൊണ്ട് ഈ പോക്സോ അടക്കമുള്ള നിയമങ്ങൾ വളരെ ശക്തമാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ യുവജനോത്സവം എന്ന ഒരു പരിപാടിയായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ പരിപാടിയായിട്ട് ഞാൻ വേറൊരു കോളേജിൽ പോയ സമയത്ത് ഞങ്ങളിങ്ങനെ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു റേപ്പ് വിക്റ്റിമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പരിപാടിയിൽ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനൊരു റേപ്പ് വിക്റ്റിമാണ്.
എന്നിട്ട് ആ കുട്ടി അങ്ങ് പറഞ്ഞു, കുറേ പറയുന്നു, കരയുന്നു. ഞങ്ങളിതൊക്കെ ഷൂട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ആ കുട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു, നീ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആരാണ് റേപ്പ് ചെയ്തതെന്നൊക്കെ ആ കൊച്ചു അതിനകത്ത് വിളിച്ച് പറഞ്ഞു. ബന്ധു തന്നെ, വളരെ അടുത്ത ബന്ധു, അച്ഛൻ്റെ അനിയൻ തന്നെയായിരുന്നു. വിളിച്ചു പറഞ്ഞു. സോ ഷീസ് ഇൻ എ ട്രോമ. അവർക്ക് ആരോടും പറയാൻ പറ്റിയിട്ടില്ല, ആരോടും പറയാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്കറിയില്ല, അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അനിയനെ സംരക്ഷിച്ചു, ഒന്നും പോലീസ് കേസ് പോയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഞങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? വീട്ടിലിപ്പോൾ അച്ഛൻ അറിയില്ലേ? അതൊന്നും കുഴപ്പമില്ല, കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാനതെല്ലാം എടുത്തുകൊണ്ട് തിരിച്ച് ഓഫീസിൽ വന്നു. അതൊരു റേപ്പ് കേസ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സെൻസിറ്റൈസേഷൻ വളരെ അധികം ആവശ്യമുള്ളതുകൊണ്ടും ഞാൻ നേരെ എൻ്റെ എഡിറ്ററുടെ അടുത്ത് പോയി. മാഡം, ഇങ്ങനൊരു കാര്യമുണ്ട്, ഇങ്ങനൊരു സംഭവം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫുട്ടേജ് കാണിച്ചു കൊടുത്തു. ഇത് ഏറെ ഇന്നതിന് മുന്നേ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, മിതത്വം എന്താണ്? അപ്പോൾ പറഞ്ഞു, ഒരു കാരണവശാലും അത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ സംഭവം നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. ഇത് വിട്ടിട്ട് വേണ്ടത്ര TRP ഉണ്ടാക്കിയ ശേഷമല്ല നമ്മൾ പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണിക്കാനും പറ്റില്ല. അപ്പം ഞാൻ ആ CD കൊണ്ട് നേരെ റൂറൽ SP മാഡത്തിൻ്റെ അടുത്ത് പോയി ഇത് കൊടുത്ത് കാര്യം റിപ്പോർട്ട് ചെയ്തു. അപ്പോഴേക്കും തിരിച്ച് സ്ഥാപനത്തിൽ എത്തിയപ്പോഴേക്കും ഇതേ കൊച്ചിൻ്റെ കോൾ വന്നു, അത് കൊടുക്കരുത്, ആരോടും പറയരുത്. പക്ഷെ നമുക്ക് ഇനി ആ കുട്ടി അത് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി തന്നെ വന്ന് പറഞ്ഞാലും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ, പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം. നമ്മളത് ചെയ്തു, ബേസിക് മിനിമം പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾ നമ്മളത് കൊടുത്തില്ല, പരിപാടിയിൽ അത് കൊടുത്തില്ല. കാരണം അത് കൊടുക്കുന്നത് ആ കുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നതുകൊണ്ട് ഈ പറഞ്ഞ ട്രോമ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിങ്ങാണ് ഞങ്ങൾ അത് ചെയ്തത്. ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തൊരു കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ആരോടും ചോദിക്കാതെ ആ കൊച്ചിൻ്റെ മുഖം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്തിട്ട് അങ്ങ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു ട്രെയിലർ വിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 മില്യൺ ആൾക്കാർ ഇത് കണ്ടേനെ. അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് ട്രോമ ഇൻഫോംഡ് ജേർണലിസത്തിൻ്റെ ആദ്യ പാഠമെന്നാണ്. അത് നമ്മൾ ചെയ്തു. ഇത് പേരെന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ ചെയ്തത്. ഒരു പ്രായോഗികമായിട്ടുള്ള ഉദാഹരണം നമ്മൾ നേരിട്ട് പറഞ്ഞത് ആണ്. റിപ്പോർട്ടർ ഉള്ള പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ റിപ്പോർട്ടർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഇത് മാത്രമല്ല, ഇപ്പം ചില സമയത്ത് ചില ദുരന്തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഈ റിപ്പോർട്ടറെ എഫക്റ്റ് ചെയ്യാറില്ല, ഭയങ്കരമായിട്ട് ട്രോമാറ്റിക് ആവും. അപ്പം വിക്ടർ ജോർജിൻ്റെ മണ്ണിടിച്ചിൽ എന്ന സംഭവമൊക്കെ അവിടെ മറ്റു റിപ്പോർട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കൂടെയുള്ളൊരു ക്യാമറാമാനാണ് മണ്ണിനടി പോയത്. അല്ലെങ്കിൽ ഇപ്പം പാലക്കാട് ആന ചവിട്ടിക്കൊന്ന ഒരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു. അവരെ കൂടെയൊക്കെ ജോലി ചെയ്ത റിപ്പോർട്ടറുടെ അവസ്ഥ എന്താണ്? ഈ റിപ്പോർട്ടറും ക്യാമറമാനും ഒന്നിച്ച് നിൽക്കുന്നിടത്തുനിന്ന് 4 വഴിക്ക് ഓടുന്നതിനിടയ്ക്ക് ക്യാമറമാൻ ആന ചവിട്ടിക്കൊന്നു. എന്ത് വലിയ ട്രോമയാണ് ആ കൂടെയുള്ള റിപ്പോർട്ടർക്ക്. എത്ര രാത്രികളിൽ ആൾ സ്വപ്നം കണ്ട് എഴുന്നേക്കുന്നുണ്ടാവും ഇയാളെ ചവിട്ടിക്കൊല്ലുന്നതായിട്ട്, അല്ലെങ്കിൽ ഇയാൾ മറ്റയാളെ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അല്ല രക്ഷിക്കാമായിരുന്നു, ഞാൻ വിളിച്ചത് കൊണ്ടല്ലേ അവനവിടെ വന്നത് എന്നൊക്കെയുള്ള കുറ്റബോധങ്ങൾ അവർ വേട്ടയാണ് കുറേ അധികം. അപ്പം അത് പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും അൺഅനൗൺസ്ഡായിട്ട് വരുന്നതാണല്ലോ. അപ്പം അത് കാണേണ്ടി വരുന്നവരുടെ മനസ്സിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആർക്കൈവ്സിൽ ഒരു സുനാമി റിപ്പോർട്ടുകളുണ്ട്. 2006 സുനാമി ഉണ്ടായപ്പോൾ സിന്ധു സൂര്യകുമാറാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ പറയുന്നുണ്ട് മൃതദേഹങ്ങൾ ചവിട്ടിക്കൊണ്ട് കടന്നുപോയ ആളുകളുടെ കഥയൊക്കെ പറയുന്നത്. അപ്പം അവരുടെ കണ്ണിൽ നമുക്ക് കണ്ണുനീര് കാണാൻ പറ്റും, അവർ കരയുന്നത് നമുക്ക് കാണാൻ പറ്റും ഓൺ സ്ക്രീൻ. ഇത് കാണുക എന്ന് പറയുന്നത് വലിയ ട്രോമയാണ്. എത്ര മൃതദേഹങ്ങളാണ് സുനാമിയിൽ നിരത്തിയിട്ടിരിക്കുകയാണ് അങ്ങനെ മരിച്ച ആൾക്കാർ. നിങ്ങൾ ആരെങ്കിലും മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രോമ എന്താണെന്ന് മനസ്സിലാവും. നമുക്കൊരാൾ സൂയിസൈഡ് ചെയ്ത് തൂങ്ങി നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സൂയിസൈഡ് ചെയ്ത ആളെ വെട്ടി താഴെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതൊരു ട്രോമയാണ്. അതിനെ നേരിടാൻ എല്ലാവർക്കും ഒന്നും പറ്റുമൊന്നുമില്ല. അപ്പം ഞങ്ങൾ റിപ്പോർട്ടേഴ്സ് എന്ന നിലയ്ക്ക് ചിലപ്പം നമുക്ക് ഒരാൾ തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ക്യാമറമാൻ്റെ കൂടെ പൊണ്ടിത് കാണേണ്ടി വരും. അപ്പം നമ്മൾ ജേർണലിസം എന്ന് വിചാരിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് എ കേക്ക് വാക്ക്. അതിനകത്ത് ഒരുപാട് ട്രോമകൾ ഇൻവോൾവ് ആണ്, ഞങ്ങളെ ബാധിക്കാറുണ്ട്. ഈ ട്രോമ കണ്ട് അവസാനം സൂയിസൈഡ് ചെയ്ത റിപ്പോർട്ടേഴ്സൊക്കെ ഉണ്ട്. ആക്ച്വലി അത് അങ്ങനത്തെ കാഷ്വാലിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലൊരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ ഈ പോസ്റ്റ് പാൻഡമിക് കോവിഡാനന്തരം നമ്മളിത് കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടോ? കോവിഡുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പറയാറുണ്ട്. പക്ഷേ കോവിഡ് കാലത്തൊക്കെ നമ്മൾ പരമാവധി റെസ്ട്രെയിൻറ്റ് പാലിച്ചുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സമൂഹം എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു ചലഞ്ച് നേരിടുന്നത്, കോവിഡ് പോലത്തെ ഒരു ചലഞ്ച്. നമുക്കും അറിഞ്ഞുകൂടായിരുന്നു അതിൻ്റെ സീരിയസ്നെസ് ആണ്. ഇപ്പം ആലോചിക്കുമ്പോൾ പലതും നമുക്ക് ചിരി വരുന്നുണ്ടാവും അല്ലേ? ഒരാൾ പഴം മേടിക്കാൻ പോയപ്പോൾ അയാളെ പിന്നാലെ പോലീസ് ഓടിച്ചതും, ഏതോ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു മനുഷ്യനെ മാസ്ക് ഇട്ടില്ലെന്ന് പറഞ്ഞ് കണ്ടവഴി ഓടിച്ചതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പം തിരിഞ്ഞാലോചിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നാല്ലേ? അന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പോലും പലപ്പോഴും ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻസ് ആയിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. കാരണം നമ്മളതൊക്കെ കഴിഞ്ഞ് വന്ന സ്ഥിതിക്ക്
അന്ന് നമ്മൾ ആദ്യത്തെ ഒരു 6 മാസം നമ്മൾ റിപ്പോർട്ട് ചെയ്തൊക്കെ വളരെ ഹൈപ്പറായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ആലോചിക്കാം. പക്ഷെ ആ സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അത് വലിയ പ്രശ്നമാണ്. നമുക്ക് ഈ റിപ്പോർട്ടർ അനുഭവിക്കുന്ന മാനസിക വ്യഥ ഒരു പക്ഷേ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. അയാളുടെ മേലുള്ള പ്രഷേഴ്സ് ഭയങ്കരമാണ്. ആദ്യം റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രഷർ, കൂടുതൽ ആൾക്കാർ കാണുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രഷർ, അവിടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് നേരിടുന്ന സംഘർഷം, ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി അടി വരെ കിട്ടും റിപ്പോർട്ടർക്ക്. അപ്പം അതിനൊക്കെ നേരിട്ട് കൊണ്ടാണല്ലോ ഒരു റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വലിയൊരു അമാനുഷികമായിട്ടുള്ളൊരു ജോലിയാണ്. കാരണം പക്ഷെ അതേസമയം അവർക്ക് അബദ്ധങ്ങൾ പറ്റാറില്ല. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയെ കാണാതായ ഒരു കേസ് ഓർമ്മയുണ്ടോ? ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, ഒരു ചെറിയ കുട്ടിയെ. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ചേച്ചിയുടെ കൂടെ എങ്ങാണ്ട് പോകുന്ന വഴിക്ക്, അനിയൻ്റെ കൂടെ എങ്ങാണ്ട് പോകുന്ന വഴിക്ക് ഒരു പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഇതുപോലത്തെ ട്രോമ സെൻസിറ്റിവിറ്റി ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായത് ഞാൻ കണ്ടിരുന്നു. അതായത് ഇപ്പം നിങ്ങൾ കേട്ടിട്ട് ഞങ്ങൾക്ക് ശരി വരും. കൊച്ചിയെ കാണാനില്ല, കുട്ടിയെ കിട്ടിയിട്ടില്ല. അച്ഛനും അമ്മയും എല്ലാവരും വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചാനൽ റിപ്പോർട്ടർ എന്നിട്ട് മൈക്ക് നീട്ടി ചോദിക്കുകയാണ്, നിങ്ങളുടെ മോനെ കൊല്ലുമെന്ന് അങ്ങനെ ഒരു പറഞ്ഞിരുന്നു, നിങ്ങളുടെ മോനെ കൊല്ലുമോ എന്ന് അവരെങ്ങാനും പറഞ്ഞിരുന്നോ? അപ്പൊ ചോദിച്ച ആൾക്ക് അവർ പെട്ടെന്ന് എന്തായി പറയുന്നു, അവരുടെ മോനെ കൊല്ലുമോ എന്ന് പറഞ്ഞിരുന്നു, മോളെ കൊല്ലുമോ എന്ന് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ആ സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ടാവും. അത് ഒരു പ്രാഥമികമായിട്ട് നമ്മൾ മനുഷ്യരായിരിക്കണം. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർ സമ്മർദ്ദത്തിലാണ്. ഒരു 10,000 റിപ്പോർട്ടേഴ്സ് അവിടെ, 10,000 ഒരു 10-12 റിപ്പോർട്ടേഴ്സ് ഇങ്ങനെ കലവല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇവൻ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാന്നുള്ള പ്രഷർ അവൻ്റെ ഉള്ളിൽ, ഭയങ്കര പിയർ പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ജാതി മണ്ടത്തരങ്ങൾ പറ്റിപ്പോകുന്നതാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് സമയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ വെബിൽ ഡെസ്കിൽ നിന്നുള്ള ഇടപെടലുകൾ കുറവായിരുന്നു. മുമ്പൊക്കെ ആയിരുന്നു, ഇപ്പോൾ ദൂരദർശന കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവം ഉണ്ടായി, നമ്മൾ റിപ്പോർട്ടർ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമെന്നേ പറയുന്നു. ആ റിപ്പോർട്ടിൽ കയറി നമുക്ക് ഇടപെടാനൊന്നും പറ്റില്ല. ആ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ശരി, നല്ല റിപ്പോർട്ട് തന്നെ പോകാനാണ്. ഇപ്പം അങ്ങനെയില്ല. നമ്മൾ റിപ്പോർട്ടർ അവിടെ നിൽക്കുകയാണ്, പറയൂ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇവൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? എത്ര നേരം എന്ന് വെച്ച് പറയും. കുറേ നേരം ഇങ്ങനെ വീണ്ടും പറയും, മനസ്സിൽ പറഞ്ഞിട്ട് പറയും. അപ്പോൾ ലൈവിൽ പഠിക്കുമ്പോഴുള്ള പ്രശ്നം, ലൈവിൽ നമുക്ക് എഡിറ്റ് സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പറഞ്ഞ സാധനം പോയതാണ്, വാവിട്ട വാക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രശ്നമാണ് ശരിക്കും ഇപ്പോഴത്തെ ട്രോമ ഇൻസെൻസിറ്റിവിറ്റിക്ക് ഒരു കാരണം. ലൈവ് നേച്ചർ ഓഫ് ദ ന്യൂസ് ആണ്. അതിൽ എഡിറ്റിങ്ങിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. അതൊരു പ്രശ്നമാണ്. തുടർച്ചയായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ഹൈപ്പർ റിയാലിറ്റിയുടെ ഒരു ലോകമാണ്. അവിടെ ശരിക്കും റിപ്പോർട്ടർ വലിയ ചാലഞ്ച് നേരിടുന്നില്ലേ? ഒന്നുണ്ട്. കാരണം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ റിപ്പോർട്ടർ ആയിരുന്നു ഇതിനൊക്കെ ഡ്രൈവ് ചെയ്തിരുന്നത്. റിപ്പോർട്ടർ പറയുന്നതായിരുന്നു ന്യൂസ്. ഇപ്പം അത് പോരാ. റിപ്പോർട്ടർ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഡെസ്കിലുള്ള ആളാണ് പറയുന്നത്, അത് പറ, ഇത് പറ, ഇടത്തായിരുന്നു, വലത്തോട്ടായിരുന്നു, ഇപ്പുറത്തായിരുന്നു, SP വന്നോ, CM വന്നോ, ഇതൊക്കെ ഇയാൾ പോയി അന്വേഷിക്കണം. എന്നുവെച്ചാൽ അവിടെ ആര് വന്നു, ആര് വന്നില്ല, ബോഡി എപ്പോൾ കിട്ടും, മണ്ണിനടിയിൽ പോയ ഒരാളുടെ ശരീരം എപ്പോൾ കിട്ടുന്നു, മേലെ നിൽക്കുന്ന റിപ്പോർട്ടർ എങ്ങനെ പറയാനാണ്? അയാളോട് ചോദിക്കുകയാണ്. അയാൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. നിങ്ങൾ കണ്ടതല്ലേ, 4 ദിവസം കണ്ടാണ് ആ മണ്ണിനടിയിൽ പോയ സമയത്ത് റിപ്പോർട്ടിങ് നടന്നത്. ഇയാൾ ഒന്നാമത്തെ ദിവസം അരമണിക്കൂർ ഒരു കാര്യം 1 മണിക്കൂർ പറയും. 4 ദിവസം എന്ത് പറയും? അയാളെ മനുഷ്യനല്ലേ, അയാൾക്ക് അബദ്ധങ്ങൾ പറ്റാം, പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും. അവസാനമൊക്കെ അത് നമ്മുടെ ന്യൂസിൻ്റെ ഒരു ഡിസൈനിൻ്റെ പ്രശ്നം കൂടിയാണ്. അത് ആക്ച്വലി നമ്മളിങ്ങനെ ഓരോ മനുഷ്യൻ കൊണ്ടിട്ട് ഒരാളെ ഒരു കുന്നിൻ്റെ മുകളിൽ മടയിൽ പെട്ട് കിടക്കുകയാണ്. ഇവർ താഴെ നിന്ന് നേരിട്ട് നോക്കിയിട്ട് എന്താ പറയുക, അയാൾ മടയിൽ കെട്ട് കിടക്കുകയാണ്, അയാളെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല, ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അല്ലേ. ഇതിനെപ്പറ്റി 4 മണിക്കൂർ കഥാപ്രസംഗം നടത്താൻ പറഞ്ഞാൽ എന്ത് പറയാനാണ്? അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിനാണ് പ്രശ്നം ആക്ച്വലി. അപ്പോൾ ഇത് ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് നമ്മളൊന്ന് മാറി സോഷ്യൽ മീഡിയ തലത്തിൽ ഇതിനെ കാണുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടിങ്ങിൽ എന്തെങ്കിലും കൂടുതലായിട്ട് മാറ്റങ്ങൾ? അല്ല, സോഷ്യൽ മീഡിയയ്ക്ക് ഗുണവും ദോഷവും രണ്ടുമുണ്ട്. സോഷ്യൽ മീഡിയയെ കൊണ്ട് വളരെ വലിയ ഗുണങ്ങളുണ്ട്. കാരണം ചില സമയത്ത് ഇപ്പം കരിപ്പൂർ വിമാനാപകടമൊക്കെ ഉണ്ടായ സമയത്തൊക്കെ പലരും തിരിച്ചറിയുന്നത് ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ, റിപ്പോർട്ട് സേഫ് എന്നൊക്കെ പറഞ്ഞാൽ തത്സമയത്തിൽ പറ്റാത്ത ആ സമയത്ത് സെല്ലൊക്കെ ഓഫായ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും ആൾ മരിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് ചിലപ്പോൾ ആൾ എവിടെന്നെങ്കിലും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഇല്ല ഞാൻ മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനൊക്കെ ലൈവായിട്ട് അവർ സഹായിക്കുന്നു. അതേസമയം ഇതേ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഉപദ്രവം ചില്ലറൊന്നുമല്ല. പഴയൊരു കഥ പറഞ്ഞേക്കാം. ഒരു കുട്ടിയെ കാണാതായി സ്കൂളിൽ പോകുന്ന നേരത്താണ് കാണാതായത്. അപ്പോൾ കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് മറ്റേ വാട്ടർ ബോട്ടിലൊക്കെ കഴുത്തിൽ വെച്ച് കുട്ടി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അമ്മ മൊബൈലിൽ ഫോട്ടോ എടുത്തായിരുന്നു. കുട്ടിയെ കാണാതായി. അമ്മ ആ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ എല്ലാവർക്കും ഷെയർ ചെയ്തു, എൻ്റെ മോനെ കാണുന്നില്ല, സ്കൂളിൽ പോകാൻ നേരത്തെ കാണാതെയാണ്, ആരെങ്കിലും കണ്ടാൽ തിരിച്ചു വന്ന് വീട്ടിൽ കൊണ്ട് വിടണമെന്ന് പറഞ്ഞു. കുട്ടിയെ വൈകുന്നേരപ്പോഴേക്കും ആരും വീട്ടിൽ കൊണ്ടേ ആക്കി. പിന്നെ ജന്മത്തെ കൊച്ചിന് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. എപ്പോൾ പുറത്തേക്ക് പോയാലും അപ്പം ആരെയും പിടിച്ച് വീട്ടിലാക്കി. ഇതൊരു പ്രശ്നമാണ് ആക്ച്വലി, മനസ്സിലായില്ലേ? നമ്മളതിൻ്റെ ഈ വാട്സാപ്പ് ഫേസ്ബുക്ക് പോലുള്ള പ്രശ്നം ടൈം എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ ആൾക്കാർ മറക്കും. ഇത് എന്ന് പോസ്റ്റ് ചെയ്താണെന്നാണ് എന്ത് വീഡിയോ കണ്ടാലും എന്ത് ഫോട്ടോ കണ്ടാലും ഞാൻ നോക്കുന്നത്. ആസ് എ ജേർണലിസ്റ്റ് ഞാൻ നോക്കും, സാധാരണ കോമൺ സെൻസ് വെച്ച് ഞാൻ നോക്കുന്നത് ഇത് എന്ന് പോസ്റ്റ് ചെയ്തതാണ്.
നിങ്ങൾ എത്ര പേര് നോക്കാറുണ്ട്? നമ്മൾ പലപ്പോഴും നോക്കാതെ പ്രതികരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. പെട്ടെന്ന് ഇത് പഴയതാണല്ലേ എന്ന ഓർമ്മയിൽ നമ്മൾ വീണ്ടും നമ്മളെ തോട്ട്സിനെ പരിഷ്കരിക്കും. ആ ഒരു സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ചിലപ്പോൾ ടൈം ലൈൻ ശ്രദ്ധിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ ചാടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മനസ്സിലായി? പിന്നെ നമ്മൾ പോസ്റ്റ് ഇട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ആൾക്കാർക്ക് പറ്റാറുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് അവയർനെസ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സ്കൂൾ കോളേജ് സിലബസുകളിലേക്കൊക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെ വല്ല സാധ്യതയും ആവശ്യമുണ്ടോ? അല്ല, സോഷ്യൽ മീഡിയ ബിഹേവിയർ പൊതുവെ ഒന്ന് എല്ലാവരും ഒന്ന് കൺട്രോൾ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ മേജർ റിയാക്ഷൻസ് പോസ്റ്റ് ചെയ്യാൻ പോകാത്ത ഒരാളാണ്. അതായത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ശരിയാക്കാനുള്ള നിർബന്ധമൊന്നുമില്ല. അത് തെറ്റാണെന്ന് ബോധ്യം വരാൻ ഒരു 24 മണിക്കൂറിൻ്റെ സമയം മതി ആക്ച്വലി ചിലപ്പോൾ പല കേസുകളിലും. അതുകൊണ്ട് ഒരു സംഭവം നടക്കുമ്പോൾ അപ്പം തന്നെ പോസ്റ്ററിട്ട് കയ്യടി മേടിക്കാനുള്ള ശ്രമങ്ങൾ കഴിയുന്നതും നടത്താതിരിക്കുക. നിങ്ങളിപ്പോൾ 1 മാസമോ 2 മാസമോ ഒന്നല്ല, വാളയാർ കേസിൽ 1 വർഷം കണ്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സംഗതി മൊത്തം തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും നേരം അമ്മയ്ക്ക് ഐക്യതായിട്ടിട്ട് പോസ്റ്റ് ഇട്ട ആൾക്കാരും അമ്മയുടെ കൂടെ ഫോട്ടോ എടുത്ത ആൾക്കാരും ഒക്കെ ബുദ്ധിമുട്ട് കഴിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? അവർ പറഞ്ഞത് പിന്നോട്ട് കൊണ്ട് പിന്നെ തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞ ഈ അമിതമായിട്ടുള്ള ആവേശം ഒരു കണക്കിന് സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് കിട്ടിയ മിതമായിട്ടുള്ള വിവരം വെച്ചിട്ടുള്ള ഇൻഫ്ലുവൻസ് ചിലപ്പോൾ തെറ്റാൻ ആണെന്ന് തെളിയാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഏതൊരു ഇൻഫർമേഷൻ എടുക്കുന്നത് സാമാന്യം ഒരു സമയം വെയിറ്റ് ചെയ്തിട്ട് മതി എന്നുള്ളതാണ് എനിക്ക് പൊതുവേ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിനെ പറ്റി പറയാനുള്ളത്. റോമ ജേർണലിസ്റ്റിലേക്ക് അതിനെ പറ്റിയിട്ട് നമ്മുടെ യങ് ജനറേഷൻ കൂടുതലായിട്ട് അവയർനെസ് ആവശ്യമുണ്ട്. കാരണം ഇതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അവരെ സഹായിക്കേണ്ട എലമെൻ്റ്, ഇങ്ങനെ ഒരുപാട് എലമെൻ്റ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ സൊസൈറ്റിക്ക് പൊതുവായിട്ട് നല്ല അവയർനെസ്സിൻ്റെ ആവശ്യമുണ്ട്. ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് ഒരു പരിധി കൂടുതലുള്ള അറിവ് എനിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഡെസ്കിലും റിസർച്ചിലുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഫീൽഡ് വൈസ് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇത് എന്താ നടക്കുന്ന പ്രാക്ടീസ് എന്നോ അല്ലെങ്കിൽ ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നതോ ചെയ്യാത്തതെന്നോ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ഞാൻ ഡെസ്കിലൊക്കെ കാണുന്ന ഒരു സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. സാറ് പറഞ്ഞ പോലെ അവയർനെസ് ഇനിയും ഒരുപാട് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോൾ ഇപ്പം ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ വയനാട് ലാൻഡ് സ്ലൈഡിൻ്റെ സമയത്തുണ്ടായി. ലാൻഡ് സ്ലൈഡ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും വണ്ടി പിടിച്ചുകൊണ്ട് വയനാട്ടിലോട്ട് പോയി. ഈ ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്ന ഒരു സാധനം പോലെയായി മാറിയ അവസാനം. രക്ഷാപ്രവർത്തകർക്ക് അവസാനം അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ട്രോമയെക്കുറിച്ച് തിരിച്ചറിവുണ്ടെങ്കിൽ അങ്ങോട്ട് പോകില്ല ആരും. പിന്നെ കാരണം അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടെ കൈകാലശം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വേണം. ഓർമ്മയില്ലേ കഴിഞ്ഞ വർഷം ആരണ്ട് പോയിട്ട് വെള്ളത്തിൽ അപ്പുറത്ത് കുടുങ്ങി അവരെ രക്ഷിക്കേണ്ട അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി. രക്ഷാപ്രവർത്തനത്തിന് വണ്ടി പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരാണ്. അവർ വെള്ളത്തിനപ്പുറത്ത് വിട്ടിട്ട് പിന്നെ അവസാനം അവരെ രക്ഷിക്കാൻ വേണ്ടി വേറെ ആൾക്കാരെ പറഞ്ഞേക്കേണ്ട ഗതികേട്ടിലോട്ട് കഴിഞ്ഞ വർഷം കാര്യങ്ങൾ പോയി. അതുകൊണ്ട് നമ്മൾ പൊതുജനം എന്നുള്ള സാധനങ്ങൾ ചെയ്യുന്ന എക്സ്പേർട്സിനെ വിട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ സമയത്തോടെ നേരിടാനേ പറ്റുള്ളൂ. ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരുപാട് അറിവ് എനിക്കില്ല എന്ന് ഞാൻ വളരെ തോന്നുന്നു തന്നെ പറയാം. നമ്മൾ വല്ലാത്തൊരു കഥ അത് ചർച്ച ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. വല്ലാത്തൊരു കഥ ഒരുപാട് പ്രേക്ഷകരുണ്ടാവാം, ഫോളോവേഴ്സ് ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഞാനതിൽ ശ്രദ്ധിച്ചപ്പോഴേ അതിലുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ ഭരണാധികാരികൾ, ഗാന്ധിജി, മണ്ടേല, അതുപോലെ ശാസ്ത്രകാരന്മാർ ഐൻസ്റ്റീൻ, മാരി ക്യൂറി, സ്റ്റീഫൻ ഹോക്കിങ്സ്, ഗാബോ, ഇങ്ങനെ എല്ലാ മേഖലകളിലുള്ള നിരവധി ആളുകളെ പറ്റി ചെയ്തിട്ടുണ്ട്. അന്ന് വ്യത്യസ്തമായിട്ട് ഈ സമൂഹം പൊതുവെ അംഗീകരിക്കാത്ത ചില എലമെൻസിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പോൾ പോട്ട്, ഈദി അമീൻ, ഇവൻ കുറുവ സംഘത്തെ പറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷനിലേക്ക് പോവാൻ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? ഞാൻ കാണികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമല്ലാത്ത കഥ ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് സീരിയൽ കില്ലിംഗ് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സീരിയൽ കില്ലേഴ്സിനെ പറ്റി അറിയാനാണ്. പക്ഷേ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സീരിയോ കാസ്റ്റായി പോവുകയും ചെയ്യും. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 4-5 എപ്പിസോഡ് കഴിയുമ്പോൾ ഒരു സീരിയൽ കില്ലറെ സ്റ്റോറി എടുത്തിറക്കും. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരും. അവരെ വിളിച്ചിട്ട് കുറച്ച് ഗ്യാബോ, കുറച്ച് വാൻഗോഗ്, കുറച്ച് അവരിഷ്ടമുള്ള കാണിക്കും. അങ്ങനെ 2-3 എണ്ണത്തിൽ കുറച്ച് വ്യൂ കുറവാകുമ്പോൾ ഞാനൊരു സീരിയൽ കില്ലറെ കൂടെ എടുത്തത്, അല്ലെങ്കിൽ ഒരു ടൈറൻറ്റിനെ എടുത്തത്. അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, നമ്മുടെ നാട്ടിനകത്ത് പൊതുവെയുള്ളൊരു ടെൻഡൻസി നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെ കൂടുതൽ അറിയാനുള്ള താല്പര്യം ഭയങ്കരമായിട്ടുണ്ട് ആൾക്കാർക്ക്.
പക്ഷെ ഞാനത് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഒരു ഹിറ്റ്ലർ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഒരു ടെഡ് ബണ്ടി ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഒരു പാബ്ലോ എസ്കോബാർ ഉണ്ടായത്, അയാൾ മരിച്ചുപോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവണമല്ലോ. ഞാൻ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പോകാറില്ല. എൻ്റെ കഥകൾ പലപ്പോഴും എക്സൈറ്റിംഗ് ആയതുകൊണ്ട് ദാവൂദ് ഇബ്രാഹിമിൻ്റെ കഥ കണ്ടിട്ട് എനിക്ക് ദാവൂദ് ഇബ്രാഹിം ആണെന്ന് തോന്നി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ കഥകളിൽ കുറേ എക്സൈറ്റിംഗ് എലിമെൻറ്റുകളുണ്ട്. ആ എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ഈ മിക്സ് വരുന്നത് ആൾക്കാരുടെ താല്പര്യത്തിന് പുറത്ത് മാത്രമാണ്. എനിക്കിഷ്ടമുള്ളത് മാത്രം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 4-1 വ്യൂ പോലും നമുക്ക് കിട്ടില്ല. നമുക്ക് നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് കൂടി ചില കഥകൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതുപോലെ ഞാൻ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് കൈകാര്യം ചെയ്യാറുള്ളൂ എന്ന് മാത്രം. ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ പൊതുവെ പറഞ്ഞാൽ അതിൽ പൊതുവായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്തിൻ്റെ സൃഷ്ടികളാണ് എന്നുള്ള ആ ഒരു എലമെന്റിലേക്കായിരിക്കും തങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ. അതെ, ഒരു സീരിയൽ കില്ലർ കേസാണെങ്കിൽ യൂഷ്വലി ചൈൽഡ്ഹുഡ് ട്രോമ അതിൽ വലിയൊരു ഘടകമാണ്. കുട്ടിക്കാലത്തുണ്ടായിരുന്നിട്ടുള്ള എന്താ പറയുക കണ്ടക്ട് ഡിസോർഡേഴ്സാണ് പിന്നീട് ആൻറ്റി സോഷ്യൽ ഡിസോർഡേഴ്സായിട്ട് മാറുന്നതും സീരിയൽ കില്ലിങ്ങിലൊക്കെ കൊണ്ടുപോകുന്നു. ഇപ്പം ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല ബുരാരി ഡെത്സിൻ്റെ കേസിൽ പറഞ്ഞത് അതിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കൊരു ഫിസിക്കൽ ട്രോമ വന്ന സമയത്ത് അതിനെ കൈകാര്യം ചെയ്യാതെ വിട്ടപ്പോൾ അത് കാരണം ഉണ്ടായ മെൻ്റൽ ട്രോമയെന്ന് അയാൾക്കൊരു മാസ് ഹിസ്റ്റീരിയയുടെ രൂപത്തിൽ വന്നത് ഇവരെല്ലാവരും കൂടെ അതിനകത്തിട്ട് വന്ന് അങ്ങനെ പോയി സൂയിസൈഡ് ചെയ്താണ് എല്ലാവരും കൂടെ. അപ്പം ആ മെൻ്റൽ കേസ് ട്രോമ അന്ന് ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാളെ കൊണ്ട് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റൂലായിരുന്നു. അവർ വരെയൊക്കെ ജീവിച്ചു പോയിരുന്നതിനെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. മെൻ്റലായിട്ടുള്ള അസുഖങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നതാണ്. അപ്പം അല്ലാതെ കൊള്ളാം നല്ലൊരു മരണം 10 പേര് മരിച്ചിരിക്കുന്നു അടിപൊളി എന്നുകൊണ്ടല്ല അങ്ങനെയല്ല സ്റ്റോറി ചെയ്യുന്നത്. സ്റ്റോറിയുടെ കൺസ്ട്രക്ഷൻ തന്നെ അതിൽ നിന്ന് സോഷ്യൽ മെസ്സേജ് വരുന്ന രീതിയിലുള്ള സാധനം തന്നെയാണ് ഈ നെഗറ്റീവ് ആണെങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അത് പ്രേക്ഷകർ കൂടുതലാണ്, എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഈ മെയിൻ സ്ട്രീം മീഡിയയെ പറ്റി പൊതുവെ പറയാറുള്ളത് അവരുടെ ഒരു ക്രെഡിബിലിറ്റി ലോസിൻ്റെ ഒരു പ്രശ്നം സാധാരണ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പരിപാടികളെ അതിനെ ക്രെഡിബിലിറ്റി റീകൂപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി ആണെന്ന് കരുതാമോ? ഞാൻ ചെയ്യുന്നത് ഞാൻ 220 എപ്പിസോഡ് എൻ്റെ പ്രോഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ മാത്രം 7 എപ്പിസോഡ് അല്ലാതെ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഈ 227 എപ്പിസോഡിലും അടിസ്ഥാനപരമായിട്ടൊരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും ആരും വന്നിട്ടില്ല. പക്ഷേ ചെറിയ തെറ്റുകളൊക്കെ ആർക്കും സംഭവിക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാക്ക് പിഴയ്ക്കാം, നാക്ക് പിഴയ്ക്കാം, ചിലപ്പോൾ 1-2 ചെറിയ ഫാക്റ്റുകളൊക്കെ നമുക്ക് തെറ്റാം. അതർവൈസ് ഒരു 95% മുകളിൽ ഞാനൊരു ഫാക്ച്വൽ അക്യൂറസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നിലൊരു വലിയ അധ്വാനമുണ്ട്. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് പല വീഡിയോസും വെറും ഗ്യാസായിട്ട് മാറുന്നത്. റെഫറൻസ് എടുക്കുകയും അത് ചെയ്യുകയും ആ റെഫറൻസ് കൃത്യമായിട്ട് ഞാൻ അവസാനം കോട്ട് ചെയ്യുകയും ചെയ്യും. ഈ സ്ക്രിപ്റ്റിനകത്ത് തന്നെ ഞാൻ പറയാറുണ്ട് ഇന്ന ഭാഗം ഇന്ന പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന പുസ്തകത്തിൻ്റെ പടവും അതിൻ്റെ ഓതറുടെ പടവും ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതുപോലെ അവസാനം ഒരു ലിസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാർക്ക് പോയി വായിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടൊരു റെഫറൻസ് കോട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പരിപാടികൾ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ. ഇങ്ങനത്തെ പരിപാടികൾ വളരെ റയറായിരിക്കും, നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയ റിസർച്ചിൻ്റെ ആവശ്യമുണ്ട്. ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ആഴ്ചയിൽ ഒരു എപ്പിസോഡ് ചെയ്യുക, അവിടെയാണ് തമാശ. ഞാൻ 220 എപ്പിസോഡ് ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്തപ്പോഴും എനിക്ക് റിസർച്ച് ടീം ഉണ്ടായിരുന്നില്ല. റിസർച്ച് ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ശമ്പളം പറ്റുന്ന റിസർച്ചർമാരുടെ ഒരു സംഘം എന്ന് പറഞ്ഞതാണ്. അതുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടുത്തെ സാറ്, പുള്ളിയുടെ പേരെന്തായിരുന്നു, കണ്ണൂരിയുടെ വിൻസെൻ്റ് സാറിൻ്റെ കൂടെ ഒരു 4-5 എപ്പിസോഡിൽ സഹകരിച്ചിട്ടുണ്ട്. പുള്ളിയെ ഞാൻ വിളിക്കും, സാറിൻ്റെ അടുത്തുള്ള വിവരം മൊത്തം ഊറ്റിയെടുക്കും. അത് വിൻസെൻ്റ് സാറിൻ്റെ പേര് എവിടെയും പരാമർശിച്ചിട്ട് ബാക്കി സാറ് പറഞ്ഞത് കുറേ കാര്യങ്ങൾ പറയും. ഇതുപോലെ ഞാൻ പലരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ പുള്ളിയുടെ പേരെന്തായിരുന്നു, പ്രഭാഷ് സാറ്. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ അക്കാഡമിഷ്യൻസ് ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നം ഞാൻ കാണുന്നത് വെച്ചാൽ പ്രഭാഷ് സാറിൽ നിന്ന് പ്രസംഗിച്ചാൽ ചിലപ്പോൾ എൻ്റെ എപ്പിസോഡിൻ്റെ അത്ര വ്യൂ ചിലപ്പോൾ ആ വീഡിയോയ്ക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അതിൻ്റെ ഒരു പാക്കേജിങ് കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു സ്റ്റോറിയുടെ രൂപത്തിൽ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അതിനിടയിൽ കൂടെ പ്രഭാഷ് സാറിനെ ഇടയ്ക്ക് പ്രതിഷ്ഠിക്കും എവിടെയെങ്കിലും. അപ്പം ആ പുസ്തകത്തിലേക്ക് വീണ്ടും ആളുകൾ പോകും. ആ സാറിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടെ പറയാനകത്ത് സാറിൻ്റെ ക്രെഡിറ്റോടെ കൊടുത്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതൊന്ന്. രണ്ടാമത്തത് റിസർച്ചേഴ്സിനിടയിൽ നമുക്കൊരു ചെറിയൊരു സുഹൃദ്വാലയമുണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിൾ ഡോക്യുമെൻ്റ് ആയിട്ടാണ് സാധനം സ്ക്രിപ്റ്റ് തന്നെ എഴുതുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഞാൻ ആദ്യം അടുത്ത എപ്പിസോഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് സഞ്ജയ് ഗാന്ധിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഇന്നിടും സഞ്ജയ് ഗാന്ധിയെ പറ്റി. ആരാന്ന് പറയൂല. ഞാനൊരു പടം ഇടും. ആ പടം മനസ്സിലാക്കാൻ ബോധമുള്ളവനാണെങ്കിൽ
എനിക്ക് താല്പര്യമുണ്ടെന്ന് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാമെന്നിട്ടാണ് ഇടുക. അപ്പം ഈ പടം തിരിച്ചറിഞ്ഞവന് എന്തായാലും ആ വിഷയത്തെ പറ്റി ധാരണ ഉണ്ടാവും. അത്രയ്ക്ക് അത്ര ഒബ്സ്ക്യൂറായിട്ടുള്ള പടമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതും വെച്ച് വരുന്ന ആൾക്കാർ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗൂഗിൾ ഡോക്യുമെൻറ്റിൻ്റെ ഗൂഗിൾ ഡോക്യുമെൻറ്റിൻ്റെ റീഡിങ് ആക്സസ് ഷെയർ ചെയ്ത് കൊടുക്കും. അവർ വായിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ വാട്സാപ്പിൽ എന്നെ അറിയിക്കും. ഞാൻ അതിലുള്ള തെറ്റുകൾ വല്ലതും പറയാനത് തിരുത്തും. അതുപോലെ ഇതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഞാൻ ഇതേപോലെ ആക്സസ് കൊടുക്കും. അവരും ഇതുപോലെ തെറ്റുകൾ കണ്ടാൽ പറയും. അങ്ങനെ ഒരു 30 പേരെങ്കിലും വായിച്ചിട്ടാണ് ഓരോ സ്ക്രിപ്റ്റും നമ്മൾ പുറത്തോട്ട് ഇറക്കുന്നത്. അപ്പോൾ അത്രയും പേർക്ക് തെറ്റ് പറ്റിയാലേ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ തെറ്റ് വരുള്ളൂ. അങ്ങനെയാണ് നമ്മളതിൻ്റെ ഒരു റിസർച്ച് ക്വാളിറ്റി. പിന്നെ പുസ്തകങ്ങളും ഒക്കെ സാധനം വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് 2 ലൈബ്രറിയിലെ മെമ്പറാണ്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും സെൻട്രൽ ലൈബ്രറിയിലും എല്ലാം കൂടി ഒരു 10 പുസ്തകങ്ങൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. എല്ലാം കൂടി ഒരു 6-7 ലക്ഷം പുസ്തകങ്ങളുള്ളൊരു സ്ഥലമാണ് ഇത് തിരുവനന്തപുരത്ത്. പിന്നെ ഈ വിദ്യാർത്ഥികളുടെ കയ്യിലൊക്കെ പുസ്തകങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർ പലപ്പോഴും PDF ആയിട്ടൊക്കെ പലതും അയച്ചു തരാറുണ്ട്. ഈ റിസർച്ചേഴ്സിന് ഇടയിലൊരു ഇതുള്ളതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരൊക്കെ അപ്പം അതുപോലെ ഒരു എപ്പിസോഡിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഒരാളുടെ താല്പര്യം കാണിച്ചു കൊടുത്തവർ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അവർക്കുള്ള മെറ്റീരിയൽസൊക്കെ അതിനകത്തോട്ട് ഡംപ് ചെയ്ത് തരും. ഇതെല്ലാം കൂടെ വായിച്ച് ഞങ്ങൾ 2-3 പേര്, പിന്നെ എനിക്ക് കുറച്ച് 1-2 റിസർച്ച് അസോസിയേറ്റ്സ് ഒരു 3-4 പേരെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ പറയും. പക്ഷെ ഞാൻ വേറെ സ്ക്രിപ്റ്റ് ഇപ്പുറത്ത് എഴുതും. എന്നിട്ട് ഇവർ എഴുതുന്നത് ഞാനിങ്ങനെ നോക്കും, എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും വാല്യബിൾ അബ്സോർപ്ഷൻ നടക്കുമോ എന്നിട്ട് ഞാൻ നോക്കും. അപ്പോൾ എന്നിട്ട് ഇവരെഴുതി കഴിഞ്ഞ സ്ക്രിപ്റ്റിനെ അവരുടെ കയ്യിൽ വെച്ചിട്ട് ഞാൻ എഴുതി കഴിഞ്ഞ സ്ക്രിപ്റ്റ് കൂടെ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ഇത് തമ്മിലൊരു കമ്പാരിസൺ നടത്തിയിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് അവർക്ക് എങ്ങനെ കുറച്ചും കൂടി അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും എന്ന് അവർക്കും പഠിക്കാനുള്ളൊരു അവസരമായിട്ട് അത് ഉപയോഗപ്പെടാറുണ്ട്. അപ്പോൾ ഒരു അർത്ഥത്തിൽ എല്ലാവരും ഗ്രോ ചെയ്യുന്ന ഒരു സാധനമായിട്ട് ഒരു വലിയൊരു പ്രോസസ്സായിട്ടൊന്ന് മാറാറുണ്ട്. എങ്കിലേ നമുക്ക് അങ്ങനത്തെ ഒരു ക്വാളിറ്റി സാധനം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ സഞ്ജയ് ഗാന്ധിയുടെ വിഷയത്തിൽ തന്നെ ഞാൻ പേര് കേട്ടിട്ടില്ലാത്ത കുറേ പുസ്തകങ്ങളുടെ പേരുകൾ ഇപ്പം വേറെ ഒന്നും ഹിസ്റ്ററി സ്റ്റുഡൻസിനോട് പറഞ്ഞു, ഇങ്ങനെ പുസ്തകമുണ്ട്, അതിന് ഇന്ന ഭാഗത്ത് ഇന്ന ചാപ്റ്ററിൽ സഞ്ജയ് ഗാന്ധിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് പക്ഷേ ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ സഞ്ജയ് ഗാന്ധി ഇല്ല, പക്ഷേ അതിൽ ഇന്ന ചാപ്റ്ററിൽ സഞ്ജയ് ഗാന്ധിയെ പറ്റിയുള്ള പരാമർശം ഉണ്ടെന്ന് ആ പുസ്തകം വായിച്ച് എൻ്റെ വിദ്യാർത്ഥികളോട് പറയുമ്പോൾ ഞാൻ അറിയാം. എന്നിട്ട് അവൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരുമ്പോൾ നാളെ വായിക്കും. പിന്നെ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടൊരു കഥ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള പണിയാണ്. അപ്പം ഞാൻ കുക്കിങ്ങിനോടാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഞാനൊരു സാധനം പാചകം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്കൊരാൾ മുളക് പൊടി കൊണ്ടുവന്ന് തരും, ഒരാൾ പച്ചക്കറി കൊണ്ടുവന്ന് തരും, ഒരാൾ എണ്ണ കൊണ്ടുവന്ന് തരും, ഒക്കെ കൊണ്ടുവന്ന് തരും. കുക്ക് ഞാൻ ചെയ്യണം. എഴുത്ത് ഞാൻ എഴുതിയാലേ പറ്റൂ, എനിക്കതേ വായിക്കാൻ പറ്റൂ. എൻ്റെ മീറ്ററേ എനിക്ക് വായിക്കാൻ പറ്റൂ. ഞാൻ എഴുതുന്നതിനൊരു മീറ്റർ ഉണ്ട്, ആ മീറ്ററിലുള്ള സാധനം എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. വേറെ ആൾ എഴുതിയ സാധനം എനിക്ക് വായിക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ എനിക്ക് തടയും. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കില്ല, ഞാൻ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ ആയിരിക്കില്ല അവർ ഉപയോഗിക്കുക. അപ്പം ഫൈനൽ സ്ക്രിപ്റ്റ് ഞാൻ തന്നെയാണ് എഴുതാറ്. പക്ഷെ അതിലേക്ക് നയിക്കുന്ന മറ്റ് പല ആശയങ്ങളും എനിക്ക് കിട്ടുന്നത് ഇതുപോലെ ആ വേറെ സ്ക്രിപ്റ്റ് എഴുതുന്ന അവർക്കും അതൊരു അഭ്യാസമാണ്. അവർക്കും അവരെ ബെറ്റർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗിക്കാം. പിന്നെ ഇവർക്കൊക്കെ ഞാൻ ക്രെഡിറ്റും കൊടുക്കാറുണ്ട് സാധാരണയായിരിക്കും. അതൊരു ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പബ്ലിക് പാർട്ടിസിപ്പേറ്ററി പ്രോസസ്സ് നടക്കുന്നത്. ഒരു മീഡിയ പ്രോഗ്രാമിന്റെ പിന്നിൽ ഉള്ള ഒരു സിനിമ പോലെ ഒരു വലിയ കളക്റ്റീവ് എഫേർട്ട് ഉണ്ട്, അതിനകത്ത് നടക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ വിജയത്തിന് പിന്നിൽ എനിക്ക് തോന്നുന്നു ഈ പ്രസന്റേഷന് വലിയൊരു പങ്കുണ്ട്. താങ്കൾക്ക് പ്രസന്റേഷന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. താങ്കളൊരു അഭിനേതാവാണോ? അല്ല, ഞാൻ വളരെ മോശം അഭിനേതാവാണ്. പ്രസന്റേഷനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഇതൊരു കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. എൻ്റെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയാൽ കാണാം. വല്ലാത്തൊരു കഥ, വികാസ് ദുബെ എന്ന് അടിച്ചാൽ എപ്പിസോഡ് വരും. ഞാനിങ്ങനെ ഇരിക്കുകയാണ്, മുന്നിൽ ക്യാമറയാണ്, ഞാൻ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ വല്ലാത്തൊരു ബോറൻ പ്രസൻറ്റേഷനാണ് അതിനകത്തുള്ളത്. ഞാൻ പേടിച്ചിരിക്കുന്ന കയ്യിൽ കാണാം. അങ്ങനെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിറ്റ്ലറുടെ ഒരു എപ്പിസോഡുണ്ട്, ഒരു ക്ലോസ് ടു 2 മില്യൻ്റെ മുകളിലുള്ള വ്യൂവേഴ്സുള്ള. അതിലെൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത്രയും ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന സാറേ, ഞാൻ ഇങ്ങനെ നേരെ ഇരുന്നിട്ട് ഞാൻ പിന്നെ വല്ലാതെ ആർട്ടിക്കുലേറ്റ് ആവുന്നുണ്ട്, കൈ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ബോറാണ്. നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇവൻ്റെ കൈ ഇങ്ങനെ വൈപ്പർ ഇങ്ങനെ ആക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കുറേ പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈയുടെ മൂവ്മെൻറ്റ് ആർട്ടിക്കുലേഷൻ പ്രശ്നമാണ്. അത് പിന്നെ ഞാൻ മെല്ലെ നമ്മൾ മനഃപൂർവ്വം മനസ്സിൽ കൊണ്ടുവന്ന് കുറച്ചായിട്ട് ഞങ്ങൾ താജ്മഹലിൻ്റെ ഒരു എപ്പിസോഡ് അതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കൈ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ റെപ്പിറ്റേഷൻ ഞാൻ ഒഴിവാക്കാൻ പഠിച്ചു. ഒരു കൊറിയോഗ്രഫി ആ മൂവ്മെൻറ്റിൽ വന്നു. അതായത് അടുത്തുള്ളൊരു 4-5 മൂവ്മെൻറ്റിൽ ഒരിക്കലും റിപ്പീറ്റേഷൻ വരില്ല. ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ അറിയാത്ത രീതിയിൽ ഞാൻ അതിനെ ലൂപ്പ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അതൊരു കോൺഷ്യസ് എഫേർട്ടാണ് ആഫ്റ്റർ വാച്ചിങ് ദ ഡിഫറെൻറ്റ് എപ്പിസോഡ്സ് എന്നുള്ളത്. അത് അവനവനെ റിഫൈൻ ചെയ്യാനുള്ള പ്രോസസ്സ് അവനവൻ തന്നെ ചെയ്യണം. അത് നമ്മുടെ പ്രൊഡക്ഷന് ഞാനൊരു 1000 പ്രാവശ്യം കണ്ട് ഇത് പ്രശ്നമാണ്, തിരിച്ചെൻ്റെ അടുത്തേക്ക് കുറച്ചുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഇരിക്കുന്ന ആംബിയൻസ് ഉണ്ടല്ലോ, അത് അതൊരു വലിയ ഡയലോഗാണ്. എന്ന് വെച്ചാൽ
ഒരു ക്രിയേറ്റീവായുള്ള പ്രോസസ്സാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ സംസാരിക്കുന്ന ഓഡിയൻസിനോടാണ് അല്ലേ, വലിയ ഓഡിയൻസിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള ക്യാമറയാണ്. ഒരു ക്യാമറ, ഒരു ഇരുട്ട് മുറി, മുഖത്തേക്ക് 4 ലൈറ്റ്, മുഖത്ത് മേക്കപ്പ്, മറ്റേ കണ്ണട, ഇവിടെ മൈക്ക്, ഇതെല്ലാം കൂടി ആകുമ്പോഴേക്കും ഇത്രയും യന്ത്രങ്ങളുടെ ചുറ്റും വരുന്നതുകൊണ്ട് വളരെ കാൽപ്പനികമായിട്ടുള്ളൊരു കാര്യം പറയണം. അത് ഭയങ്കര വലിയ ചലഞ്ചാണ്. അപ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് ക്യാമറയാണെന്നും ഇത് ലൈറ്റാണെന്നും ആ ക്യാമറമാൻ അവിടെ നിന്ന് ക്യാൻഡി ക്രഷ് കളിക്കുകയാണെന്നും ഒക്കെ നമ്മൾ മറക്കും. ഇതെല്ലാം അതിജീവിക്കാൻ നമുക്ക് പറ്റും കുറച്ച് കഴിയുമ്പോൾ. അത് കഴിയുമ്പോൾ നമ്മൾ മെല്ലെ ക്യാമറയോട് സംസാരിക്കാൻ പഠിക്കും. ഇപ്പോൾ ഈ ഇരിക്കുന്ന ക്യാമറയോട് നിങ്ങളോടൊന്ന പോലെ സംസാരിക്കാൻ എനിക്ക് പറ്റും. അങ്ങനെ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പ്രസൻറ്റേഷൻ കുറേ കൂടി ബെറ്റർ ആവുക. വല്ലാത്തൊരു കഥ ആയിട്ട് അതിൽ ആ പേര്, നിങ്ങൾ ആ നറേഷൻ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് ഫസ്റ്റ് പാർട്ട് നറേഷനില്ലേ കൃത്യമായിട്ടും വല്ലാത്തൊരു കഥയുടെ എലമെൻറ്റിൽ കൊണ്ട് ഒരു സ്ട്രൈക്കിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്നത്, അതിന് വലിയ ഒരു പങ്കുണ്ട്. അപ്പോൾ ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വല്ലാത്തൊരു കഥ എന്ന എലമെൻ്റ് ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തുന്നത്? പലതും ഇങ്ങനെ തുടങ്ങിയിട്ട് പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല. 1-2 എപ്പിസോഡ് വേണ്ടത്ര വെടിയില്ല എന്ന് തോന്നിയിട്ട് പിന്നെ അങ്ങ് ചെയ്ത് വിട്ടിട്ടുണ്ട്. കാരണം ചില എപ്പിസോഡ്സ് 1-2 മാത്രം, 200 ഉള്ളൂ. അപ്പം ഈ മൊമെന്റിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഇൻട്രോ ആദ്യം എഴുതാറില്ല. ഞാൻ സബ് ഇൻട്രോ ഇട്ടാണ് എഴുതി പോകുന്നത്. സബ് ഇൻട്രോ എന്ന് പറഞ്ഞാൽ ജനനം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തുടങ്ങി എഴുതി അവസാന സംഭവം മൊത്തം എഴുതി കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശം ധാരണ കിട്ടും. ആ ധാരണയിൽ നിന്നാണ് നമ്മൾ ഇൻട്രോയും കൺക്ലൂഷനും എഴുതുന്നത്. ഇൻട്രോയുടെ തുടർച്ചയായിരിക്കും മിക്കവാറും കൺക്ലൂഷൻ. ഇൻട്രോയിൽ പറഞ്ഞു തുടങ്ങിയ സാധനത്തിൻ്റെ ഒരു അടിവരയിടലാണ് അവസാനം കൺക്ലൂഷനിൽ മിക്കവാറും നടത്താറുള്ളത്. ഇത് രണ്ടും അവസാനം എഴുതുന്ന 2 സാധനങ്ങളാണ്. ആദ്യമേ നമുക്ക് ചിലപ്പോൾ ആദ്യമേ ചില കേസുകൾ കിട്ടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈ ജിം കോർബറ്റ് എപ്പിസോഡ് ചെയ്തപ്പം അതൊരു വയനാട്ടിൽ ഒരാളെ കടുവ പിടിക്കുന്ന രംഗം വിശദീകരിച്ചുകൊണ്ട് തുടങ്ങണമെന്ന് എനിക്ക് ആദ്യമേ ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ രംഗം വിശദീകരിക്കുന്ന ഒരു സീക്വൻസിലാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ചിലതിൽ നമുക്ക് അങ്ങനെ തോന്നും, ചിലതിൽ നമുക്കത് കിട്ടൂല. അപ്പോൾ നമ്മൾ സബ് ഇൻട്രോ തുടങ്ങി എഴുതി പോയിട്ട് അവസാനം പോയിട്ട് വീണ്ടും വന്നിട്ട് ഇൻട്രോ എഴുതി അവസാനം എഴുതി. ആ ഒരു ഫോർമാറ്റ് ആളുകൾക്ക് ഇഷ്ടമാണ് എന്ന തിരിച്ചറിവിൽ മനഃപൂർവ്വം അത് സ്റ്റിക്ക് ചെയ്തതാണ്. കാരണം അതിനൊരു രസമുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് അതൊരു രസമുള്ളൊരു രീതി കൂടിയാണല്ലോ. ഇനി താങ്കളൊരു നല്ല അനുവാദകനാണ്, ട്രാൻസ്ലേറ്ററാണ്. ഇപ്പോൾ ഒരുപാട് ഹിന്ദിയിലേക്ക് മലയാളത്തിലേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ 3 കവിതാ പുസ്തകങ്ങൾ അല്ലേ ട്രാൻസ്ലേറ്റർ, തസ്ലീമയുടെ, അതുപോലെ പ്രണയ കവിതകൾ ഇതൊക്കെ. ട്രാൻസ്ലേറ്റർ എന്നുള്ള അത് എങ്ങനെ വന്നതാണ്? എങ്ങനെയാണ് അതിൻ്റെ അനുഭവങ്ങൾ? അത് ഞാൻ 1-2 ഭാഷകൾ പരിചയിച്ചിട്ടുണ്ട് ജോലിയുടെ ഭാഗമായിട്ട്. എനിക്ക് ഹിന്ദിയൊന്നും അങ്ങനെ ഒരുപാട് അറിയൊന്നുമില്ല. പക്ഷെ ഞാൻ ഹിന്ദിക്കാരുടെ കൂടെ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഭാഷയുടെ ഒരു ആന്തരിക സൗന്ദര്യം അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. നമ്മളിപ്പോൾ സ്കൂളിൽ ഹിന്ദി പഠിക്കുമ്പോൾ ഹിന്ദി വെറുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മേം ഐസ ബോൽത്താ ഹും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അത് നമ്മൾ എന്നെ സ്കൂളിൽ ഹിന്ദി പഠിപ്പിച്ച ടീച്ചേഴ്സ് പറഞ്ഞ ഒരു വാക്ക് പോലും ഞാൻ പുറത്തു പോയിട്ട് പിന്നെ കേട്ടിട്ടില്ല. കാരണം വഹ് എന്നൊന്നും ഞാൻ എവിടെ നിന്നും കേട്ടിട്ടില്ല, യഹ് എന്ന് ഞാൻ എവിടെ നിന്നും കേട്ടിട്ടില്ല. ഞാൻ സിനിമയിൽ പോലും നമ്മളൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ നമ്മൾ കേൾക്കുന്ന ഹിന്ദി, ഒന്നാമത് നമ്മൾ ഹിന്ദി കേൾക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ടെക്സ്റ്റ് ബുക്കിലല്ലാതെ പരീക്ഷയ്ക്കല്ലാതെ വേറെ എവിടെയും പിന്നെ ഇവിടെ പഠിക്കുന്നവരും ഹിന്ദി സിനിമയിൽ കേൾക്കുന്നുണ്ടാവും. അത് വേറെ ഒരു ഭാഷയല്ലേ. അപ്പോൾ ഈ നല്ല കവിതകൾ, നല്ല ഒന്നാമത്തെ പ്രശ്നം ഈ ലിപിയോടൊരു ഒരു വികർഷണം പലർക്കും ഉണ്ടാവും. അതായത് ലിപി വായിക്കാൻ പറ്റില്ല പലർക്കും. ഒരു മലയാളം ലിപി വായിച്ച് പരിചയിച്ചവർക്ക് മറ്റേ ഹിന്ദി വായിക്കാൻ എനിക്കതൊരു കുറേ കാലത്തെ പരിചയം കൊണ്ട്, പരിശീലനം കൊണ്ട് അത് മാറി. എനിക്കിപ്പോൾ ഹിന്ദി പുസ്തകം വായിക്കാൻ പറ്റും ഒറ്റടി. ഹിന്ദി സൈറ്റുകൾ ഞാൻ വായിക്കാറുണ്ട്. അത് ജേർണലിസത്തിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആക്ച്വലി ഹിന്ദി സൈറ്റുകൾ നേരിട്ട് വായിക്കുമ്പോൾ അവിടെ വന്ന വാർത്തകൾ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ അവിടെ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് അടിക്കും. അപ്പം അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം കവിതകളോടുള്ള ഇഷ്ടം തന്നെയാണ്. ആക്ച്വലി ഇപ്പം ഹരിവംശറായ് ബച്ചൻ്റെ ഏക് നയാ അനുഭവം എന്ന് പറഞ്ഞ കവിത ഹിന്ദിയിൽ വായിച്ചാൽ കിട്ടുന്ന സുഖം ഒരുപക്ഷെ മലയാളത്തിലേക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു മലയാളത്തിലേക്ക്, പുതിയൊരു അനുഭവം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ട്രാം മേ ഏക് യാദ് എന്ന കവിത ഉണ്ട്. അത് ട്രാമിലൊരു ഓർമ്മ എന്നുണ്ട്. ഞാൻ ഇതില്ലേ മറ്റേ കവിത മറന്നുപോയി, ഒരു കവിത ഉണ്ട്. അപ്പോൾ അതുപോലെ പലരുടെയും ഞാൻ പിന്നൊരു കാര്യം, എനിക്ക് അന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഞാൻ ദില്ലി പോകുന്ന സമയത്ത് ഞാൻ കരോൾ ബാഗിൽ പോവുകയും അവിടെ പബ്ലിക് അജണ്ടയുടെ ഓഫീസിൽ കയറുകയും അവിടെ ഇരിക്കുന്ന മംഗ്ലേഷ് ഡബ്രാളിനെ നേരിട്ട് പോയി കാണുകയും അയാളോട് കവിതകളെ പറ്റി സംസാരിക്കുകയും അദ്ദേഹം എനിക്ക് തന്ന 5-6 പുസ്തകങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആശാൻ മരിച്ചുപോയി. ഞാൻ കേദാർനാഥ് സിംഗിനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പലവട്ടം. കേദാർനാഥ് സിംഗ് മരിക്കുന്നതിന് മുമ്പ്
പലവട്ടം ഞാൻ അദ്ദേഹം സംസാരിച്ച കവിതകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. കേദാർനാഥ് സിംഗ് മരിച്ചപ്പോൾ മലയാളം വാരികയിൽ പബ്ലിഷ് ചെയ്ത ലേഖനം ഞാൻ എഴുതുമായിരുന്നു. അതുപോലെ പലരും ആ സമയത്തും ഹിന്ദിയിൽ എഴുതിയിരുന്ന ഒന്നുണ്ട്. നമ്മുടെ കുവർ മരിച്ചപ്പോൾ കുവർ ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് കുറച്ച് താല്പര്യമുള്ള കവികളുണ്ടായിരുന്നു. അവർ കവിതകളൊക്കെ തപ്പി പിടിച്ച് പോയി വായിച്ചിരുന്നു. അത് ഹിന്ദിയിൽ മനസ്സിലാക്കുമ്പോഴുള്ളൊരു സുഖം അത് മലയാളത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ ഞാൻ നോക്കിയത്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. എനിക്കത് ഹിന്ദിയിൽ വായിക്കുമ്പോൾ ഭയങ്കര ഒരു ഹരം കിട്ടിയിരുന്നു. ആ ഹരത്തിനെ മലയാളത്തിൽ എത്തിക്കാൻ ശ്രമിക്കുമോ പറ്റുമോ എന്നുള്ളൊരു ശ്രമമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. ഏത് കവിതയിൽ അതിപ്പോൾ ഇന്നലെ ഇവിടെ വന്ന ഗഗൻ ഗില്ലിൻ്റെ കവിതകളായാലും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇഷ്ടം തോന്നിയുകൊണ്ടാണ്. കവിതകളോട് ആ ഭാഷയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതും ഇഷ്ടം തോന്നണമെങ്കിൽ ആ ഭാഷയെ പരിചയിക്കാനുള്ള അവസരം കിട്ടണം. ഞാൻ എങ്ങനെ പരിചയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് ടി വിയിൽ ആ കൂടെ കുറച്ച് പരിപാടികളുള്ളൂ. അപ്പോൾ അന്ന് അമ്മ ടി വി സ്ഥിരമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ അന്ന് ഹിന്ദി സീരിയലുണ്ട്, ശാന്തി, സ്വാഭിമാൻ, ദില്ലി അബ്ദൂറിനെ, മറ്റേ എന്തൊക്കെ കുറേ പ്രോഗ്രാം. എനിക്കും കാണാൻ മാറുന്നുണ്ട്. ഞാൻ അമ്മയുടെ മടിയിൽ ഇരുന്ന് ഇതെല്ലാം കാണും. അപ്പോൾ 2ാം ക്ലാസ് മുതൽ ഇങ്ങനെ ഇരുന്ന് കണ്ട് ഹിന്ദി കണ്ട് ഹിന്ദിയോടുള്ള ആ ബാരിയർ ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നെ എന്തും വായിക്കാം, ആ ബാരിയർ ബ്രേക്ക് ആവില്ല. അങ്ങനെ ആൾക്കാർക്ക് ഒരു ആൾക്കാർ ഈ ഭാഷകൾക്കൊക്കെ ഒരു ബാരിയർ ഉണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവുള്ളൂ. പഠിച്ച് കുറേ കഴിയുമ്പോൾ പിന്നെ നമുക്ക് എല്ലാം മനസ്സിലാകുന്നു. ഞാൻ ബോംബെ പോയിട്ട് ഇതുപോലെ മറാഠി പഠിക്കാൻ ശ്രമം നടത്തിയത്. അപ്പം മറാഠി പഠിക്കാൻ ശ്രമം നടത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രസമുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും മറാഠികളാണ്, ഞാൻ മാത്രം മലയാളിയാണ്. ഇവരൊരു തമാശ പറയും, ചിരിക്കും. അപ്പോൾ കുറേ നേരം എന്നെപ്പറ്റി തമാശ പറഞ്ഞിട്ടൊക്കെ ചിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ പറയുന്നത്. ആ വാശിപ്പുറത്ത് ഞാൻ ദിവസം 10 സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എഴുതി കൊണ്ടുപോയിട്ട് അവിടുത്തെ ഒരു സ്ത്രീയെടുത്ത് പറഞ്ഞ് അവർ 10 മറാഠി സെൻറ്റൻസ് ഇങ്ങോട്ട് എഴുതരും. അങ്ങനെ ഞാൻ ഒരു വർഷം കൊണ്ട് മറാഠി കുറേയൊക്കെ പഠിച്ചു. അപ്പോൾ മറാഠി എനിക്ക് കേട്ടാൽ മനസ്സിലാവും, എന്നെപ്പറ്റി തമാശ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പിന്നെ നമ്മളിലൊരു പോളിഗ്ലോട്ട് എലിമെൻറ്റ് വേണം. ആക്ച്വലി നമുക്കൊരു മൾട്ടി ലാംഗ്വേജ് ബ്രെയിൻ വേണം. തലച്ചോറിൽ കൂടെ ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങളുടെ തലച്ചോറ് സപ്പോർട്ട് ചെയ്യണം മൾട്ടി ലാംഗ്വേജ് പഠനം എന്ന് പറഞ്ഞ സാധനത്തിന്. എങ്കിൽ കുറേ കൂടി എളുപ്പമായിട്ട് പറ്റും. ശ്രമിക്കണം. പക്ഷേ എന്തായാലും രണ്ടുമുണ്ട്. പോളിഗ്ലോട്ട് സാധനം വേണം. ഇപ്പോൾ പ്രകാശ് രാജ് എന്ന് പറഞ്ഞ മനുഷ്യൻ, ഞാൻ പുള്ളി ഇൻ്റർവ്യൂ ചെയ്തത് കഴിഞ്ഞ ദിവസം. പുള്ളി അതിമനോഹരമായിട്ട് തമിഴ് സംസാരിക്കും. കണ്ടു കഴിഞ്ഞാൽ പറയുകയില്ല അയാൾ തമിഴനല്ലാതെ. പ്രകാശ് രാജ് തമിഴനെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടാവും. അയാളൊരു കർണാടകക്കാരനാണ്, അയാൾ കർണാടകക്കാരനാണ്. അയാൾ തെലുങ്ക് സംസാരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കും അയാൾ തെലുങ്കനാണ്. അത്ര മനോഹരമായിട്ട്. പക്ഷെ മലയാളം എന്ന് അറിയില്ല, ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കും. പക്ഷെ തമിഴ്, തെലുഗു, കന്നഡ അസാധ്യമായിട്ടാണ് സംസാരിക്കും. ഇത് 3 പേര് സംസാരിക്കുന്നുണ്ട് ആ ഭാഷക്കാരൻ അല്ലേന്ന് പറയില്ല. അതൊരു സൗകര്യമാണ്. അതെ, ഒരുപാട് ഭാഷകൾ. താങ്കളെ ഈ കോളേജിലെ അലുമിനി ആണല്ലോ. ഇപ്പോൾ ഇവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ആർട്സിലെ അനുഭവം എനിക്ക് ഭയങ്കര ഒരു ലിബറേഷനാണ്. കാരണം നമ്മളിപ്പോൾ +2 പഠിച്ച +2 പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കോളേജിലെത്തുമ്പോഴാണ് അതിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളൊക്കെ 2 വർഷം മുന്നേ ഞങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിച്ചു. +2 വരെ പ്രീ ഡിഗ്രി പഠിച്ചു. ഞാൻ കോളേജിലൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞാൻ ഒന്നെങ്കിൽ ക്ലാസ് കെട്ടിയത് ഗ്രൗണ്ടിലോ കോർണേഷനിലോ ഒക്കെ ആയിരുന്നു. പിന്നെ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ക്ലാസ്സിലായിരുന്നു. ഇവിടെ വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുവിധമൊക്കെ അടിയും സമരമൊക്കെ ആയിരുന്നുകൊണ്ട് അങ്ങനെ കുറേ ക്ലാസ് അടച്ചു പോയിരുന്നു. അങ്ങനെ കുറേ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആംബിയൻസ് ഒക്കെ എപ്പോഴും മനസ്സിൽ അതുപോലെ ഉണ്ട്. ഇവിടെ പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നിങ്ങൾ. എന്തായാലും അതിൻ്റെ ഒരു ലെഗസി പോകുന്നിടയ്ക്ക് കാണിക്കുക. ചോദ്യങ്ങൾ കുറച്ച് അങ്ങോട്ട് വിടാമല്ലോ നമുക്ക്. ഇനി കുറച്ച് ചോദ്യങ്ങൾ ഓഡിയൻസിന് കുറച്ച് സമയം എടുക്കണം. ഞാൻ ഈ കോളേജിലെ ഒരു അധ്യാപകനാണ്. ഞാൻ ഈ വല്ലാത്ത കഥ വല്ലാതെ കാണാറുണ്ട്. കുറേ എപ്പിസോഡ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വല്ലാത്ത കഥയിൽ എടുക്കുന്ന സബ്ജക്റ്റ് അത് എങ്ങനെയാണ്? ഈ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര പേർക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഈ ഒരു യൂത്ത് അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർ ഇവർക്ക് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് നിങ്ങൾ അത് മനസ്സിലാക്കുന്നത്? നമ്മൾ 2 രീതിയിലാണ്. ഒന്ന്, നമുക്കൊരു ഏകദേശം ധാരണ ഉണ്ടാവുമല്ലോ ഇന്ന സബ്ജക്റ്റ് ആൾക്കാർക്ക് ഇഷ്ടമാണോ അല്ല എന്നുള്ളത്. രണ്ടാമത്തത് ഈ കമൻറ്റുകൾ ഞാൻ കുറച്ചൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ഒരു സബ്ജക്റ്റ് ഞാനങ്ങനെ എഴുതി വെക്കാറുണ്ട്. ഇത്ര പേര് വേണമെന്ന് പറഞ്ഞു എന്നുള്ള ലിസ്റ്റൊക്കെ ഏകദേശം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് അതിൽ കഥയുണ്ടോ എന്ന് അന്വേഷിക്കും. ആദ്യം കഥയുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല, കഥ കൂടെ വേണം അതിനകത്ത്. ഒരു പറയാനുള്ളൊരു കഥയും കൂടെ അതിനകത്ത് വേണം. ചില ആൾക്കാരൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള, ഞാൻ എന്തൊക്കെയോ കഥയൊന്നും ഉണ്ടാവില്ല, വെറുതെ അവർക്ക് ഇഷ്ടമാണ് കാണണമെന്ന് പറയും. നമുക്ക് എല്ലാം പോയി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ അടുത്ത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത് ചെയ്യുമ്പോൾ സഞ്ജയ് ഗാന്ധിയാണ്. എത്രയോ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കറിയാത്ത എന്തോ കഥകളുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ ഭ്രമിപ്പിക്കുന്ന, നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കഥകളുള്ള ടോപ്പിക്സ് നോക്കി ഒരു ഗട്ട് ഫീലിംഗിൽ അങ്ങ് എടുക്കുകയാണ്. അത്
ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ ഒരു മീഡിയം സാധനമായിട്ട് വരും. യൂഷ്വലി വർക്കാവും. നമ്മളെ ഗട്ട് ഫീലിംഗ് ഇതുവരെ തെറ്റിയിട്ടില്ല. ഞാൻ കോളേജിലെ മലയാളം ഗവേഷക വിദ്യാർത്ഥിയാണ്. പേര് അഭിജിത്ത്. സാറ് കുറച്ച് മെൻഷൻ ചെയ്ത വിക്ടർ ജോർജിൻ്റെ വെണ്ണേരി നാടിനടുത്ത് തന്നെയാണ് എൻ്റെ വീട്, ഉപ്പുന്നേനാണ്. എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ആളുകളെ സാറ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ബിലീവേഴ്സും നോൺ ബിലീവേഴ്സും തമ്മിൽ എന്തെങ്കിലും അതിൻ്റെ ആഫ്റ്ററിൽ എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മരണമാണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബിലീവേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത് കുറേ ചടങ്ങുകളോടെ, അത് ഏത് മതമാണെന്നുണ്ടെങ്കിൽ കുറേ ചടങ്ങുകളോടെ കടന്നുപോയി ഓരോ നിമിഷവും അതില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ബ്രെയിനിൽ കൊടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ആസ് ആൻ അത്തീസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കൂടെ കടന്നു പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാനെടുത്ത ടൈം വളരെയധികം കൂടുതലാണ്. സാറിൻ്റെ കൊളീഗ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പല ട്രോമാറ്റിക് സാധനങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പം സാറിനും അല്ലാത്തുള്ള ആൾക്കാർക്കും ഇടയിൽ വർക്ക് ചെയ്യുന്ന സംഭവം കൂടെ വെച്ച് നോക്കുമ്പോൾ ട്രോമ ബിലീവേഴ്സും നോൺ ബിലീവേഴ്സും എങ്ങനെയാണ് അതിൻ്റെ ആ റിക്കവറി മെത്തേഡിൽ എന്താണ് ഇതിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. അത് രണ്ട് തരത്തിലാണ്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയാം, ഞാൻ എക്സ്പെർട്ടൊന്നുമല്ല, എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. ഈ ബിലീവേഴ്സ് പൊതുവെ ഒരു ആശ്രയത്വം കൂടുതലുള്ള ആളുകളായിരിക്കും, അല്ലേ? നമ്മളിപ്പോൾ എത്തീസ്റ്റ് എന്ന് പറയുന്ന ആൾ, എനിക്ക് ആരെ ആശ്രയിക്കണം, ഞാൻ എൻ്റെ കാര്യം സ്വന്തം നോക്കിയുള്ള ദൈവം വേണ്ട എന്നുള്ള ധാരണയിൽ പോകുന്ന ആൾക്കാരാണല്ലോ എത്തീസ്റ്റുകൾ. ബിലീവേഴ്സ് ആദ്യം മുതലേ ആശ്രയിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ഒരു വലിയ വെള്ളച്ചാട്ടം വരുമ്പോൾ ഒന്ന് മാറി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചാരി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. നമ്മുടെ വിഷമം കുറേയൊക്കെ നമ്മൾ എന്തിനാണ് നമ്മൾ ഈ മരിക്കുമ്പോൾ അടിയന്തരം നടത്തുന്നത്? ആൾക്കാർക്ക് സദ്യ കൊടുക്കാനല്ലല്ലോ, ഈ സങ്കടം പങ്കുവെക്കാനല്ലോ. എത്തിസ്റ്റ് മരിച്ച ആരും വരില്ല, കാരണം അടിയന്തരം ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്തിസ്റ്റ് തന്നെ മരിച്ചതൊക്കെ എല്ലാ ഐഡിയും കൂടെ ഒന്നിച്ച് പാടിക്കാം. അവിടെ ട്രോമ കൂടാനുള്ള സാധ്യത കൂടുതലാണ് ശരിക്കും. അത്രയും ശക്തമായ മനസ്സുണ്ടെങ്കിൽ ഒന്നും ബാധിക്കില്ലായിരിക്കും. പക്ഷെ മറ്റുള്ളവർ ആദ്യമേ ഒരു കോംപ്രമൈസിങ് നേച്ചറിലായിരുന്നുകൊണ്ട് ഈ സങ്കടം ഇങ്ങനെ പങ്കിട്ട് ഡെയിലി കുറേ ആൾക്കാർ പിന്നെ ഒന്നൊന്നായി കൊഴിഞ്ഞു പോയി മെല്ലെ ഒരു സ്ലോപ്പ് അതിലുണ്ടാവും. എത്തിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര വലിയൊരു പൾസല്ലേ. സാധ്യത കൂടുതൽ എത്തിസ്റ്റുകളെ കൂടുതൽ ബാധിക്കാനാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ്. ഞാനൊരു എത്തിസ്റ്റ് അല്ല, ഞാനൊരു വിശ്വാസിയല്ല. മടി ഒരു മതമാണെങ്കിൽ ഞാൻ അതിൻ്റെ അപ്പോസ്തലനാണ്. അപ്പം രണ്ടിനും അധ്വാനം വേണമല്ലോ. വിശ്വസിക്കാനും വേണം അധ്വാനം, അവിശ്വസിക്കാനും വേണം അധ്വാനം. രണ്ടിനും സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നുള്ളൂ. വേണമെങ്കിൽ ഒരു ടെമ്പററി അഗ്നോസ്റ്റിസിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹലോ സാർ, ഞാൻ അഫ്താബിൻ്റെ പേര്, ഇവിടുത്തെ സ്റ്റുഡൻറ്റാണ്. ഞാനിപ്പോഴും അറിയുന്നത് സാർ ഇവിടുത്തെ എല്ലാം ചെയ്യാം. ചോദിച്ചോ? ഒന്നുമില്ല, ഒരു എന്തെങ്കിലുമൊക്കെ ചോദിക്കേണ്ട കാര്യമായിട്ട് ചോദിക്കുകയാണ് സാർ. ഈ സാർ കുറേ ടോപ്പിക്സ് എടുക്കാറുണ്ട് സാറിൻ്റെ എപ്പിസോഡിൽ. സാർ, ഈ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മലബാർ കലാപം, ഔറംഗസേബ്, അങ്ങനെ കുറച്ച് കോൺട്രവേഴ്ഷ്യലായ സബ്ജക്റ്റുകൾ സാർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറ്? എങ്ങനെയാണ് മാക്സിമം ഒബ്ജക്റ്റീവ് ആവാൻ നോക്കാറ്? സാർ ടെക്നിക്ക് എന്താണ്? കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്ട് ഇപ്പോൾ മലബാർ കലാപം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വീണ്ടും ആവർത്തിക്കേണ്ട വെച്ചിട്ടാണ്. അതിൽ പല പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. മലബാർ കലാപം തന്നെ ഒരു സ്വാതന്ത്ര്യ സമരമായിട്ടും അഗ്രേറിയൻ റിവോൾട്ടായിട്ടും ഒരു മതപരമായിട്ടുള്ളൊരു വർഗീയ ലഹളയായിട്ടും ഒക്കെ, അല്ലെങ്കിൽ വെറുമൊരു മോപ്ല റിവോൾട്ടായിട്ടൊക്കെ കാണുന്ന പല വെർഷൻസും ഉണ്ട്. മാധവൻ നായരായാലും കോടൂരായാലും പിന്നെ ബ്രിട്ടീഷുകാർ എഴുതിയ പുസ്തകങ്ങളായാലും അല്ലെങ്കിൽ മുഴിക്കുന്നത്ത് എഴുതിയ പുസ്തകമാണെങ്കിലും എല്ലാത്തിനും വേരിയസ് വേർഷൻസ് അവൈലബിൾ ആണ്. ഇതൊക്കെ എടുത്ത് വായിക്കണം. ഇതൊക്കെ എടുത്ത് വായിച്ച് നോക്കിയിട്ട് നമ്മളെവിടെ നിൽക്കുന്നു എന്നൊരു തീരുമാനം എടുക്കണം. അപ്പോൾ ഞാൻ ഒരിക്കലും അതിനൊരു വർഗീയ കലാപം കൊണ്ട് അവതരിപ്പിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും അതിനൊരു അർഗേറിയൻ റിവോൾട്ടായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും അതിനെ സ്വാതന്ത്ര്യ സമരം മാത്രമായിട്ടും കണ്ടിട്ടില്ല. സ്വാതന്ത്ര്യ സമരമായിട്ട് തുടങ്ങി അർഗേറിയൻ റിവോൾട്ടായിട്ട് വളർന്ന് ചിലയിടങ്ങളെങ്കിലും വർഗീയ കലാപമായിട്ട് മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ് അതിനെ പറ്റിയിട്ടുള്ള. അതിപ്പം വാര്യംകുന്നത്തിൻ്റെ ഒരു വീരഗാഥയായിട്ടും ഞാൻ കാണുന്നില്ല. അന്ന് പല കാരണങ്ങൾ കൊണ്ട് അത് സംഭവിച്ചു. ആക്ച്വലി അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ മലബാർ കലാപം സംഭവിക്കില്ലായിരുന്നു. കാരണം പള്ളി തകർത്തു തിരുവനങ്ങാടിയിലുണ്ടായ ഒരു അപശുദ്ധിയാണ് അതിന് കാരണമായത്. അത് തകർത്തിട്ടില്ലടാന്നൊരു മെസ്സേജ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ പോയതാണ്. ഒരു കലാപം നടക്കൂല. കമ്മ്യൂണിക്കേഷനിലായ പ്രശ്നമാണ് ആക്ച്വലി. ഇപ്പോൾ വാര്യംകുന്നൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ കുറച്ച് അപ്പുറത്തുള്ള ആരാണ്ട് ഏതൊരു ജന്മി കുടുംബത്തിൽ കയറിയിട്ട് അവിടെ ആക്രമണം നടത്തിയാൽ വാര്യംകുന്നം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. വാര്യംകുന്നത്ത് അപ്പം കമ്മ്യൂണിക്കേഷൻ കുറവല്ലേ. അന്നത്തെ കാലങ്ങളിൽ നമ്മൾ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കരുതെന്ന് അർത്ഥം. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പഠനം വേണ്ട വളരെ വലിയൊരു ടോപ്പിക്കാണ്. അതൊരു ഒരു പേജിലൊന്നും അതിനെ ഒതുക്കാൻ പറ്റില്ല. അത് നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള വേറെ കുറേ കാരണങ്ങളുണ്ട്. അത് ഒരിക്കലും ഒറ്റത്തിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ജന്മി വീട് ആക്രമിച്ച കേസ്, ഇപ്പം അന്ന് എന്നോട് പലരും ചോദിച്ചാണ് മറ്റേ തുവൂരെ കിണറിൻ്റെ കാര്യം എന്തുകൊണ്ട് അതിനകത്ത് പറഞ്ഞില്ലാണ്. ഞാൻ എനിക്ക് വെറുതെ ഇൻസൈറ്റ്മെൻറ്റ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അത് വളരെ നടന്നതായ സംഭവമായിരിക്കാം, വളരെ മൃഗീയമായിട്ടുള്ള സംഭവമാണ്.
അത് ഞാനായിട്ട് ഇനി എടുത്തു പറഞ്ഞ് ഇനി പ്രശ്നം ഉണ്ടാക്കേണ്ട വെച്ച് പറയാതിരുന്നത്. എനിക്ക് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ബ്രൈറ്റിൻ്റെ പുരാണം ഞാൻ വായിക്കാത്തതുകൊണ്ടോ അല്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടം പോലെ ഇപ്പോൾ ഈ ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഒരാൾ ആ തൂർ കിടന്ന് ഭയങ്കര ഭീകരമായിട്ട് വർണ്ണിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഈ 2 പ്രാവശ്യം പറഞ്ഞിട്ട് ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ഉള്ള ഡിബേറ്റ് ഞാൻ ഇനിയും കൂട്ടണ്ടല്ലോ ഉണ്ടായിരുന്നില്ല. ആ വിഷയത്തിലെടുത്ത സ്റ്റാൻഡിനൊക്കെ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. പുസ്തകങ്ങൾ മൊത്തം പോയി ഒന്ന് വായിച്ചു നോക്കണം. അത് നിങ്ങൾ നല്ല രസമുള്ളൊരു പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം. ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ മലബാർ കലാപം നിങ്ങൾ എന്തുകൊണ്ട് വായിക്കേണ്ട ഒരു മേഖലയാണ്. അത് വായിച്ച് ഞാൻ മനസ്സിലാക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂഴിക്കുന്ന് സുബ്രഹ്മണ്യ മണമ്പൂരിപ്പാടിൻ്റെ പുസ്തകമുണ്ട്, അതിൽ തുടങ്ങാം. മാധവനായ പുസ്തകത്തിലേക്ക് പോവാം. പക്ഷെ മാധവനായ പുസ്തകമൊക്കെ വളരെ ഒരുതരം എന്താ പറയുക സ്പർദ്ധ ഉണ്ടാക്കുന്ന പുസ്തകമാണ്. കോഡൂരിനെ ഒരർത്ഥത്തിൽ വെള്ളപൂശിതാണെന്ന് പറയാം. ആ അർത്ഥത്തിൽ അങ്ങനെയെല്ലാം അതിൻ്റെ അകത്ത് പോകുന്നുണ്ട്. പല പല സ്റ്റാൻഡ് പിടിച്ച പുസ്തകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. എല്ലാം വായിച്ച് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എല്ലാം വായിക്കണം, പുസ്തകങ്ങളെല്ലാം വായിക്കണം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സാർ, വീക്ക്ലി ബേസിസ് ഒരു വീഡിയോസ് ഇറക്കുന്നുണ്ട് സാർ. എന്തായാലും കുറേ റെഫർ ചെയ്യേണ്ട ആവശ്യം വരില്ലോ. അപ്പോൾ സാർ ഈ വർക്ക് ലൈഫ് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റാറുണ്ടോ? എങ്ങനെയാണ് സോഷ്യൽ മീഡിയ യൂസേജ് ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ പ്രശ്നമാണ്. സോഷ്യൽ മീഡിയയിലൊന്നും ഞാനില്ല ആക്ച്വലി. ഞാൻ കൂടെ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റയൊക്കെ തൊഴിലാളികൾ വെച്ച് ഹാൻഡിൽ ചെയ്യാണ്. അപ്പോൾ അവിടെയൊന്നും ഞാൻ ഉണ്ടെന്ന് വിചാരിച്ച ആരും എനിക്ക് അവിടെയൊന്നും കത്തയക്കേണ്ട. ഞാൻ അവിടെയൊന്നും ഇല്ല. നമുക്കൊന്നാമത് സമയമില്ല. 3 പരിപാടികളാണ് ഞാൻ റൺ ചെയ്യുന്നത് ഒരു സമയത്ത്. അപ്പോൾ പുതുതായിട്ട് ഡയലോഗ്സ് കൊണ്ട് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ആദ്യത്തെ ലക്കത്തിലാണ് ടോവിനോയുടെ ഇൻ്റർവ്യൂ വന്നത്, രണ്ടാമത്തേലാണ് പ്രകാശ് രാജിൻ്റെ ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ അത് പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ സീരീസാണ്. അതുപോലെ ഞങ്ങൾ സിനിമാ പ്രൊമോഷനിൽ ചെറിയ സാധനം അൺസ്ക്രിപ്റ്റഡ് എന്നുകൊണ്ട് വേറെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ സിനിമകളുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം നിരന്തര പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ ടീച്ചറെടുത്ത് അതാണ് പറഞ്ഞത്, ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വരാൻ സമയമുണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഞാനൊരു പഴയ പഠിച്ചതൊക്കെ അല്ലേ എന്നുള്ളൊരു നൊസ്റ്റാൾജിയുടെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മുടെ ചർച്ചാ വിഷയം ട്രോമ ഇൻഫോംഡ് ജേർണലിസം എന്നാണ്. ഞാൻ അതിനൊന്ന് തിരിച്ചൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ജേർണലിസം ഇൻജക്റ്റഡ് ട്രോമ, ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പലപ്പോഴും നമ്മൾ ഈ അവതരണ രീതിയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത്, പ്രസൻറ്റേഷനൊക്കെ നോക്കുന്ന സമയത്ത് ഈ ന്യൂസ് ചാനലൊക്കെ നമ്മൾ കാണുന്നത് അവർ അവതരണ ശൈലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആളുകളിലേക്ക് ഒരു ട്രോമ ഇൻജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം കുറേയൊക്കെ, എല്ലാമൊന്നും ഞാൻ പറയുന്നില്ല, കുറേയൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുകയും ആളുകളെ വേറൊരു ട്രോമയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ സാറ് സൂചിപ്പിച്ച പോലെ കണ്ടതാണ്. അപ്പോൾ അതൊരു തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രം കൂടി ആയിരിക്കാം. എനിവേ, അപ്പോൾ അങ്ങനൊരു ട്രോമ ആളുകളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മാധ്യമ പ്രവർത്തനമല്ലേ ഇപ്പോൾ ശരിക്കും നടക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു രാത്രി ഒരു സമയം കഴിഞ്ഞാൽ എല്ലാ ചാനലുകളിലും ക്രൈമിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സെൻസേഷനായിട്ടുള്ള അങ്ങനെ ഒരു സാധനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മീഡിയ പ്രവർത്തനത്തിൽ ആളുകളെ ട്രോമയിലേക്ക് നയിക്കുന്ന തരത്തിലേക്കൊരു പ്രവർത്തനം ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. സാർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതുമാത്രമല്ല, കുറച്ചും കൂടി അതിനെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി ആളുകളെ നമുക്ക് ആ ഒരു ട്രോമയിലേക്ക് നയിക്കാതെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തനം നടത്താമെന്നുള്ളൊരു സജഷൻ കൂടി സാർ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. താങ്ക് യു. ഈ പറഞ്ഞ ആളുകളിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ട്രോമ എന്ന് പറയുന്നത് നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ പതിറ്റാണ്ടിലോ അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് ഉണ്ടായ ഒരു കാര്യമല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിവിടെ വായിച്ചതാണ്, എനിക്ക് കൃത്യമായിട്ട് ഏതാണെന്ന് ഓർമ്മയില്ല. 1700കളിലെ ഫ്രാൻസിൻ്റെ ഒരു കഥ പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട്, ഒരു യുവാവിനെ ഏതോ ഒരു വിഷയത്തിൽ, രാജ്യദ്രോഹം എന്നൊരു വിഷയത്തിൽ ഇയാളാണ് കുറ്റക്കാരനെന്ന് അന്നത്തെ അവിടുത്തെ മാധ്യമങ്ങൾ, അവിടുത്തെ പത്രങ്ങൾ എന്ന് പറയുന്ന വാട്ടവർ ഏതിലാണോ പ്രചരിച്ചിരുന്നത് അതിലെ മാധ്യമങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഇയാളെ ശിക്ഷിക്കുന്നു 10 വർഷത്തെ 12 വർഷത്തേക്കിട്ട്. ഈ 12 വർഷം കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഇയാളല്ല കുറ്റക്കാരനെന്ന്. പക്ഷെ അന്ന് രാജാവിനെ കൊണ്ടൊക്കെ തീരുമാനം എടുപ്പിച്ചത് അന്നത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു എടുത്തൊരു തിടുക്കവും അവർ കാണിച്ച പ്രശ്നമാണ്. അന്ന് എന്നിട്ട് ഇതിനെതിരെ ഏതോ പ്രസിദ്ധ എഴുത്തുകാരാണ് ഐ അക്യൂസ് യു എന്നൊക്കെ പറഞ്ഞൊരു ലേഖനം എഴുതി വളരെ ഫേമസ് ആണ്. അന്തകാലം തൊട്ട് തന്നെ ഈ പ്രശ്നമുണ്ട് ആക്ച്വലി. പിന്നീട് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്രിവൺ ആയിരിക്കുന്നിടത്തോളം കാലം, അഡ്വർടൈസ്മെൻറ്റ് ഡ്രിവൺ ആയിരിക്കുന്നിടത്തോളം കാലം, മാർക്കറ്റിംഗ് ഡ്രിവൺ ആയിരിക്കുന്നിടത്തോളം കാലം മുന്നിലെത്താനുള്ള ഓട്ടം എപ്പോഴും ഉണ്ടാവും. ആ ഓട്ടം, ആ റാറ്റ് റേസിൻ്റെ ഫലമാണ് ഇപ്പോൾ സംഭവിക്കുന്ന ഈ ഇതെല്ലാം. അപ്പോൾ ഒരാളൊരു തെറ്റായിട്ടുള്ള ട്രെൻഡ് കാണിക്കുമ്പോൾ അയാൾക്കതിന് മാർക്കറ്റിംഗ് കിട്ടുമ്പോൾ, അയാൾക്കതിന് പരസ്യത്തിന് ആനുകൂല്യം കിട്ടുമ്പോൾ ആ മുൻപേ ഗമിക്കുന്ന ഗോവിൻ്റെ പിൻപേ പോവാണ് എല്ലാവരും. അത് സ്വയം വിമർശനപരമായിട്ട് പറയുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്.
പക്ഷെ ആരാണിത് തുടക്കം കുറിക്കുക? ആ ശുദ്ധീകരണത്തിന് ആര് തുടക്കം കുറിക്കും? ഏത് ചാനലാണ്, അല്ലെങ്കിൽ വ്യൂവർഷിപ്പുള്ള ടോപ്പ് 5 ചാനൽസിൽ ഏത് ചാനലാണ് ഇന്ന് തയ്യാറാവുന്നത്? എല്ലാവരും ഒരു ഇതിൽ നിൽക്കുമ്പോൾ എന്നാൽ ശരി, ഇതിന് ഇത്ര സെൻസിറ്റിവിറ്റി മതി, ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിൻ്റെ വ്യൂ ഒറ്റ നിമിഷം കൊണ്ട് താഴെയാണ്. അപ്പോൾ ഈ കാഴ്ചക്കാരാണോ വാർത്തയെ ഡ്രൈവ് ചെയ്യുന്നത്, അതോ വാർത്ത ഉണ്ടാക്കുന്നവരാണോ കാഴ്ചക്കാരെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളൊരു എഗ് ആൻഡ് ഹെൻ എന്താണ് പറയുക, കോഴിയും മുട്ടയും ചോദ്യമാണ്. അപ്പം അതൊരു ഉത്തരവില്ല. അത് ഉത്തരവാദിത്വം കൂടുതൽ മാധ്യമങ്ങൾക്ക് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെ ഒരു പരിധിവരെ നയിക്കുന്നത് കണ്ടുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ കൂടിയാണ്, അല്ലേ? കാഴ്ചക്കാർ കൂടുതൽ അതിനാകുമ്പോൾ ഇപ്പം നിങ്ങളുടെ 5 TV ഒന്നിച്ച് എല്ലാ ഡെസ്കിലും ഉണ്ടാവും, 5 6 TV, എല്ലാവരുടെയും ഇതുണ്ടാവും അതിനകത്ത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ മാത്രം ഒരു സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ശേഷം ഉണ്ടാകുന്ന യൂട്യൂബ് ട്രെൻഡ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ അത്രയും നേരം എന്താ പേര് ഏതെങ്കിലും സെൻസിറ്റീവ് കേസ് അത് നിന്നോണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചാനൽ മാത്രം അവരുടെ കടമ ഓർത്ത്, അവരുടെ നൈതികത ഓർത്ത്, അവരുടെ ട്രോമ ഇൻഫോംഡ് ജേർണലിസം ചെയ്യേണ്ടതിൻ്റെ ബാധ്യത ഓർത്ത് പിന്മാറി വേറെ റെലവൻ്റ് ആയിട്ടുള്ള വാർത്ത കൊടുത്താൽ അത്രയും നേരം 10,000-10,000 നിന്നിരുന്ന അവർ ഒറ്റയടിക്ക് 1000 വരും. അപ്പം സ്വാഭാവികമായിട്ടും ഒരു മുറിയിലിരിക്കുന്ന ചീഫ് എഡിറ്റർ ഇറങ്ങി വരും, നിനക്ക് എന്തിനാ തകരാറാണ്, നീ മറ്റേത് കൊടുക്കുന്ന തിരിച്ചു കൊടുപ്പിക്കും. മനസ്സിലായി? ഒരു പ്രശ്നമുണ്ട്. ആക്ച്വലി ഇത് മാർക്കറ്റ് ഡ്രിവൺ ആയിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു പ്രഷർ എപ്പോഴും അവരുടെ അടുത്തുണ്ടാവും. മാറ്റം ഉണ്ടാവണം, ആരെങ്കിലുമൊക്കെ തുടക്കം കുറിക്കണം. ഞാനിപ്പോൾ ആ ഒരു ഗിൽഡിൻ്റെ ഭാഗമല്ല, ഞാനിപ്പോൾ അവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അവർ മാറുമായിരിക്കാം, മാറേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നിർത്താം. ഒരു ചോദ്യം കൂടെ വേണേൽ ചോദിക്കാം ആർക്കും. ആക്ച്വലി ചോദ്യം എന്ന നിലയ്ക്കല്ല, ഒരു നന്ദി എന്ന് കൂടി പറയാം. കാരണം അത്രയും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതാണ്, അത്രയധികം വർക്കുള്ള, കാരണം ഒരു ഗവേഷക സ്വഭാവമുള്ള പ്രവൃത്തിയാണ് ഓരോ ആഴ്ചയിലും മീൻസ് ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിലൂടെ വന്നതിനുള്ള നന്ദി എനിക്ക് പറയാനുള്ളൊരു വേദി ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. സാറിന് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരുപാട് ഹിന്ദി കവിതകൾ വളരെ തന്മയത്വത്തോടു കൂടി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് തോന്നാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ 500-ലധികം എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സാർ നേരത്തെ പറയേണ്ടത് 2000-ലധികം കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹിന്ദിയിൽ നിന്ന് മാത്രമല്ല എല്ലാ പ്രമുഖ ഭാഷകളിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു വല്ലാത്തൊരു ഗവേഷകനെയും കൂടിയാണ്. അപ്പോൾ കവി ഹൃദയമാണോ ഏറ്റവും കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഒരു ഗവേഷക ഹൃദയമായിട്ടാണോ ഏറ്റവും കൂടുതൽ? സാറിനെ എങ്ങനെയാണ് മീൻസ് ഡിഫൈൻ ചെയ്യുന്നത്? കവിഹൃദയമൊന്നുമില്ല. ഞാൻ 2012 മുതൽ 2014 വരെയുള്ള 2 വർഷം കൊണ്ടാണ് ഈ പറഞ്ഞ 2500 കവിതയും ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പം അന്ന് എന്നോട് ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കണം എന്തിനാണ്? ഞാൻ ഇങ്ങനെ ദിവസവും 4 കവിതയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഫേസ്ബുക്കിലിടും. അപ്പം ഞാൻ എനിക്ക് ഇപ്പോഴേ ചെയ്യാൻ തോന്നുന്നുള്ളൂ, ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ 2 വർഷത്തിന് ശേഷം പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ചില സമയത്ത് നമ്മൾ ചില ഡ്രൈവുകളാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. ഞാൻ 2012-14 ശേഷം വളരെ അപൂർവമായിട്ട് മാത്രമേ കവിത തേടി പോകാനും കവിത കണ്ടുപിടിക്കാനും പുതിയ പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ കവിതകൾ വായിച്ച് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന കവിത കണ്ടുപിടിക്കാനും ചെയ്യാനൊക്കെ ഉള്ളൊരു ത്വര ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് അതുണ്ടായിട്ടില്ല. നമ്മൾ ഓരോ സമയത്തെ ഡ്രൈവുകളാണ് നമ്മൾ ഓരോന്നും നയിക്കുന്നത്. ഞാൻ ഒരു ജേർണലിസ്റ്റ് ആകുമെന്ന് 2017 മുന്നേ ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. ഒരിക്കലും പലരും ഞാൻ ജേർണലിസ്റ്റ് ആവും, പഠിച്ച് 10ാം ക്ലാസ് പഠിക്കും, 1ാം ക്ലാസ് പഠിക്കും, ജേർണലിസ്റ്റ് ആവാൻ. ഞാൻ അങ്ങനെ ജേർണലിസ്റ്റ് ആവാൻ വേണ്ടി ഒരു പഠിത്തവും പഠിച്ചിട്ടില്ല. ജേർണലിസ്റ്റ് ആവുമെന്ന് വിചാരിച്ചതല്ല, യാദൃച്ഛികമായിട്ട് ഒന്ന് ആയിപ്പോയതാ. ഇപ്പം ഞാൻ ജേർണലിസ്റ്റും അല്ല, ഞാനിപ്പോൾ വേറെ ഇൻഡിപെൻഡൻറ്റ് യൂട്യൂബർ മാത്രമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാം ഒരു ഡ്രൈവുകളാണ്. നമുക്ക് താല്പര്യമുള്ളതിന് പിന്നാലെ പോവുക, സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക പരമാവധി. ഞാൻ ഒരു ജേർണലിസ്റ്റ് ആവുന്ന 37ാമത്തെ വയസ്സിലാണ്. സോ ഇഫ് എനിവൺ തിങ്സ് ദാറ്റ് ഇറ്റ്സ് ലേറ്റ് ടു ഫോളോ യുവർ ഡ്രീംസ്, യു ആർ നോട്ട്. 37ാം വയസ്സിൽ എനിക്ക് ജേർണലിസ്റ്റ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എന്തു ആവാം, ഒന്നിനും വൈകുന്നില്ല സമയം. ട്രൈ ഫോർ യുവർ ഡ്രീംസ് ഓൾവേസ്. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. നിങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന അമ്മായിയമ്മയോ, നിങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന അമ്മായിയപ്പനോ, ഏട്ടനോ, അനിയനോ, അമ്മയോ, അച്ഛനോ ഒന്നും അത് നിങ്ങൾക്ക് വേണ്ടി കണ്ടു തരില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ തന്നെ കാണണം. അതിനാർക്കും ഞാൻ ജേർണലിസം തുടങ്ങി എന്നുള്ള ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ. 6 വർഷം കൊണ്ട് ഒരാൾക്ക് ഇത്രയധികം മാറ്റങ്ങൾ വരാമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കോമ്പിറ്റൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടെങ്കിൽ 6 വർഷം കൊണ്ടൊക്കെ നിങ്ങൾ കോമ്പിറ്റൻസ് എവിടെയോ എത്താം. അപ്പം നിങ്ങളുടെ കോമ്പിറ്റൻസ്, നിങ്ങളുടെ പാഷനും നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അതിനെ ചേസ് ചെയ്യുന്നുണ്ട് എന്നത് മാത്രമാണ് ഡിഫൈൻ. 5 വർഷം മതി നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളരെ മാറിയ ഒരാളായിട്ട് നിങ്ങൾ മാറാൻ.
അതുകൊണ്ട് സ്വപ്നങ്ങളുണ്ടെങ്കിൽ ചേസ് ചെയ്യുക. ആദ്യത്തെ ഘട്ടത്തിലൊക്കെ പരാജയങ്ങളായിരിക്കാം, ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ ദുരന്തമായിരിക്കാം, പക്ഷെ 2ാം വർഷം നിങ്ങൾ ബെറ്റർ ആവും, 3ാം വർഷം നിങ്ങൾ ബെറ്റർ ആവും, 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ബെസ്റ്റ് ആവും മേഖല. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചോട്ടു. തുടക്കത്തിൽ പരാജയങ്ങൾ കണ്ടിട്ട് വേണ്ടെന്ന് വെക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ വിഷയം ട്രോമ ഇൻഫോംഡ് ജേർണലിസം. അതിൻ്റെ പരമാവധി നമ്മുടെ സമയപരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതുപോലെ ബാബു രാമചന്ദ്രൻ ഒരു മീഡിയ പേഴ്സണാലിറ്റി, ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ യാത്രയിലെ ഒരുപാട് നമുക്ക് സമയപരിധിക്കുള്ളിൽ നിന്ന് പറ്റാവുന്ന വശങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു എന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രസിദ്ധനായ ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ വഴി എന്നൊന്നില്ല, നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ സ്വീകാര്യമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ തോതിൽ ഇൻസ്പിറേഷൻ ഉള്ള വാലി ചെയ്യുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നതിന് നന്ദി സാർ. വളരെയധികം സന്തോഷം സാറിനോട് സംസാരിക്കാൻ. താങ്ക് യു.